നമസ്കാരം. തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലെ ഉപകരണക്ഷാമം പുറം ലോകത്തെ അറിയിച്ച യൂറോളജി വിഭാഗം മേധാവി ഡോക്ടർ ഹാരിസ് ഇപ്പോൾ സർക്കാരിന്റെയും CPIMന്റെയും കണ്ണിലെ കരടാണ്. മുഖ്യമന്ത്രിക്ക് പിന്നാലെ ഡോക്ടർ ഹാരിസിനെ വിമർശിച്ച് പാർട്ടി സെക്രട്ടറിയും മന്ത്രിമാരും അണിനിരക്കുമ്പോൾ ജൂൺ 29-ന് ആരോഗ്യമന്ത്രി വീണ ജോർജ് പറഞ്ഞത് ഒരിക്കൽ കൂടി കേൾക്കുന്നത് നന്നാകും. ഡോക്ടർ ഹാരിസിനെ സംബന്ധിച്ചിടത്തോളം വളരെ ജെനുവിൻ ആയിട്ടുള്ള ഒരു ഡോക്ടറാണ്. നമ്മൾ സാധാരണ പറയുമല്ലോ, രോഗികളിൽ നിന്ന് പണം വാങ്ങിച്ചു, അങ്ങനെയൊന്നും ചെയ്യാത്ത വളരെ ഹാർഡ് വർക്കിംഗ് ആയിട്ടുള്ള ഒരു ഡോക്ടറാണ് ഡോക്ടർ ഹാരിസ് എന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത്. നമ്മുടെ നാട്ടിലെ പാവപ്പെട്ട രോഗികൾക്ക് വേണ്ടി ശബ്ദമുയർത്തിയ ഡോക്ടർ ഹാരിസ് സ്വന്തം നീതിബോധത്തിന്റെയും സഹാനുഭൂതിയുടെയും പേരിൽ ബലിയാടാക്കപ്പെടുമോ? ഇടതുപക്ഷ സഹയാത്രികൻ കൂടിയായ ഡോക്ടർ ഹാരിസിന്റെ ഇടപെടൽ കേരളത്തിന്റെ പൊതുപ്രശ്നത്തിന് പരിഹാരം കണ്ടെത്താൻ സഹായിക്കുമോ, അതോ അച്ചടക്ക നടപടിയാൽ ഹാരിസ് നിശബ്ദനാക്കപ്പെടുമോ? എൻകൗണ്ടർ തുടങ്ങുന്നു. പ്രേക്ഷകർക്ക് സ്വാഗതം. ഈ ചർച്ചയിൽ നിന്ന് നമ്മുടെ അതിഥികളായ റിട്ടയേർഡ് ജഡ്ജ് ശ്രീ കമാൽ പാഷ ഉണ്ട് പ്രത്യേക അതിഥിയായി. ആരോഗ്യ വിദഗ്ധൻ ഡോക്ടർ വി രാമൻകുട്ടി നമ്മളോടൊപ്പം ചേരുന്നു. KGMCTA കേരള ഗവൺമെന്റ് മെഡിക്കൽ കോളേജ് ടീച്ചേഴ്സ് അസോസിയേഷന്റെ ശ്രീ അരവിന്ദ് എന്നിവർ ഇന്ന് ഈ ചർച്ചയിൽ പങ്കെടുക്കാനുണ്ട്. കമാൽ പാഷ സർ, ഡോക്ടർ ഹാരിസ് പരസ്യമായി പറയാൻ തയ്യാറായതുകൊണ്ട് മാത്രം നമ്മളെല്ലാം അറിഞ്ഞതാണ് എന്താണ് തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലെ യഥാർത്ഥ പ്രശ്നം, എങ്ങനെയാണ് രോഗികൾ അതിൽ ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്നത് എന്ന്. ഈ സംഭവങ്ങളൊക്കെ നമ്മൾ അറിഞ്ഞ ശേഷം ആരോഗ്യമന്ത്രി ആദ്യം തന്നെ പ്രശംസിക്കുന്നതാണ് കണ്ടത്, അദ്ദേഹത്തിൻ്റെ സേവനത്തെക്കുറിച്ച്, അദ്ദേഹത്തിൻ്റെ ഇടപെടലുകളെക്കുറിച്ചൊക്കെ. പക്ഷെ പിന്നീട് ഇത് വലിയ വിവാദമാവുകയും പ്രതിപക്ഷം ഇത് ഏറ്റെടുക്കുകയും പലയിടങ്ങളിൽ നിന്നും ഈ സ്വകാര്യ ആശുപത്രികളിലെ മോശം അനുഭവങ്ങളെക്കുറിച്ച് ആളുകൾ പരസ്യമായി പറഞ്ഞ് രംഗത്ത് വരികയും ഒക്കെ ചെയ്യുമ്പോൾ കേരളത്തിൻ്റെ ഒരു മികച്ച ആരോഗ്യ മാതൃകയെ മോശമായി ചിത്രീകരിക്കാനും അതുവഴി അതിനെതിരെ നിൽക്കുന്നവർക്കൊരു ആയുധമായി മാറാനുമാണ് ഡോക്ടർ ഹാരിസിൻ്റെ പ്രവർത്തനങ്ങൾ കാരണമായിട്ടുണ്ട് എന്ന് മുഖ്യമന്ത്രിയും പദവിക്ക് യോജിച്ച രീതിയിൽ പ്രവർത്തിച്ചില്ല എന്ന ആക്ഷേപം ഉന്നയിച്ച് പിന്നാലെ മന്ത്രിമാരും ഇപ്പോൾ രംഗത്ത് വന്നിരിക്കുന്നു. എന്തുകൊണ്ടാണ് കാര്യങ്ങൾ തുറന്നു പറയാൻ കാണിച്ച ഈ ആത്മാർത്ഥതയും? ഒരു മിനിറ്റ് സാർ, ഞാൻ വരാം. ഇപ്പോൾ കേരള സർവകലാശാല രജിസ്ട്രാർ പ്രതികരിക്കുകയാണ്. അതിലെ ഭാഗമാണ് ന്യായം. ഇത് ഇപ്പോൾ ഈ ഒരു ഓർഡർ ഇറങ്ങിയിരിക്കുന്നത് നിയമവിരുദ്ധമാണ്. സർവകലാശാലയുടെ എൻ്റെ നിയമനാധികാരി സിൻഡിക്കേറ്റാണ്. സിൻഡിക്കേറ്റിൻ്റെ തീരുമാനപ്രകാരമാണ് ഞാൻ സർവകലാശാല രജിസ്ട്രാറായി പ്രവർത്തിക്കുന്നത്. അതിൻ്റെ നിയമപരമായി അതിൻ്റെ നടപടികളുമായി മുന്നോട്ട് പോകും. അത് വരട്ടെ, എന്തായാലും നമുക്ക് നോക്കാം. വരട്ടെ നോക്കാം. അതായത് അവർ പറയുന്നത് ഈ സസ്പെൻഷൻ ഉത്തരവിൽ പറയുന്ന രണ്ട് വിചിത്ര വാദങ്ങളാണ്. ഒന്ന്, വേദിയിൽ ഗവർണർ ഇരിക്കെ ആ പരിപാടി റദ്ദ് ചെയ്തു എന്നുള്ള അറിയിപ്പ് നൽകി. അത് കൂടാതെ മറ്റൊന്ന്, മതചിഹ്നം ഏതാണ് എന്നുള്ളത് വ്യക്തമല്ല എന്നുള്ള കാര്യവും. ഇത് രണ്ടും വ്യക്തമാണ്. ഇത് രണ്ടും വ്യക്തതയോടുകൂടി ബോധ്യപ്പെട്ടിട്ടുണ്ട്. അതിനുള്ള ബന്ധപ്പെട്ട രേഖകളുമുണ്ട്. അതിലിത് നിയമപരമായി നിൽക്കുന്നതല്ലല്ലോ, നിയമപരമായി നിൽക്കാത്തതാണ് ഇത്. അതുകൊണ്ട് നിയമപരമായിട്ടല്ലേ നമുക്ക് പ്രവർത്തിക്കാൻ കഴിയൂ. നിയമപരമായിട്ടല്ലേ പ്രവർത്തിക്കാൻ കഴിയൂ. അല്ല, സിൻഡിക്കേറ്റ് അങ്ങനെ ഒരു അധികാരം. കേരള സർവകലാശാല രജിസ്ട്രാർ KS അനിൽകുമാർ മാധ്യമങ്ങളെ കാണുകയായിരുന്നു. അദ്ദേഹത്തിനെതിരെ വൈസ് ചാൻസലർ നടപടി സ്വീകരിച്ചിരിക്കുന്ന സാഹചര്യത്തിലാണ് ഇപ്പോൾ അദ്ദേഹം മാധ്യമങ്ങൾ കണ്ടത്. നിയമപരമായി ഈ കാര്യങ്ങൾ നേരിടും എന്നാണ് മാധ്യമങ്ങളെ കണ്ട് KS അനിൽകുമാർ ഇപ്പോൾ അറിയിച്ചിരിക്കുന്നത്. നമ്മൾ ഈ ചർച്ചയിലേക്ക് കടക്കുന്നു. കമാൽ പാഷ സാർ, എന്തുകൊണ്ടാണ് പിന്നീട് സർക്കാർ ഇപ്പോൾ ഈ ഡോക്ടർ ഹാരിസിനെതിരെ മുഖം തിരിഞ്ഞു നിൽക്കുന്നത്, അദ്ദേഹത്തെ ക്രൂശിക്കാൻ ശ്രമിക്കുന്നത്? ശ്രീ ഗോപികൃഷ്ണൻ, നമ്മൾ കാണേണ്ട ഒരു കാര്യം, അതായത് ഈ ആശുപത്രിയെ സംബന്ധിച്ചിടത്തോളം, ട്രിവാൻഡ്രം മെഡിക്കൽ കോളേജിനെ സംബന്ധിച്ചിടത്തോളം ഒരുപാട് പരാതികൾ രോഗികൾക്കുണ്ട്. കാരണം അവിടെ അത്രത്തോളം കൂടുതൽ രോഗികളുണ്ടതാണ്, അത് സംശയമില്ല.
അപ്പോൾ ഇവരെയെല്ലാം ഉൾക്കൊണ്ട് അവരെയെല്ലാം വേണ്ട വിധത്തിൽ ചികിത്സിക്കാനും ഒക്കെ ഉള്ള ഒരു മെഷീനറി അവിടെ ഉണ്ടായിരിക്കണം. അപ്പോൾ ഈ ഡോക്ടർ ഹാരിസ് ചിറക്കലിനെ ഞാൻ മനസ്സിലാക്കിയിടത്തോളം യൂറോളജിയുടെ ഹെഡ് ഓഫ് ദി ഡിപ്പാർട്ട്മെൻറ്റ് തലവനാണ് അദ്ദേഹം. നല്ല രീതിയിൽ ജോലി ചെയ്യുന്ന ഒരു ഡോക്ടറാണ്, വളരെ ആത്മാർത്ഥതയുള്ളൊരു മനുഷ്യനാണ്. അദ്ദേഹം പറഞ്ഞതുപോലെ ആരുടെ ഇന്ന് പണം വാങ്ങുമോ അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ചെയ്യുന്നില്ല, പ്രൈവറ്റ് പ്രാക്ടീസ് ഒന്നും ചെയ്യുന്നില്ല. അദ്ദേഹം ഒരു മോട്ടോർ സൈക്കിളിനകത്ത്, ഒരു പൾസർ ബൈക്കിനകത്ത് അവിടെ വരും. സാധാരണ അങ്ങനെ ഒരു ഡോക്ടർ വരും നമുക്ക് കാണാൻ കിട്ടത്തില്ല ഇന്നത്തെ കാലത്ത്. അത്ര അദ്ദേഹത്തോളം പ്രായമുള്ള ഒരാൾ, 56 വയസ്സേ ഉള്ളൂ. ഇനി ഒരു 6 വർഷത്തെ സർവീസ് കൂടെ ഉണ്ട് അദ്ദേഹത്തിന്. അപ്പോൾ അദ്ദേഹത്തിന് എന്നെ അലട്ടുന്ന പ്രശ്നമെന്ന് പറയുന്നത്, അവിടെ ഒരു ശസ്ത്രക്രിയ നടത്തണമെങ്കിൽ അതിനുള്ള ഇംപ്ലിമെൻറ്റ്സ്, എക്യുപ്മെൻ്റ് ഇല്ല. ആ എക്യുപ്മെൻ്റ് ഇല്ലാതെ വരുമ്പോൾ എന്ത് ചെയ്യാൻ പറ്റും? അപ്പോൾ ഒന്നും ചെയ്യാൻ ഒക്കാതെ വന്നപ്പോൾ ആ സ്ഥിതിവിശേഷം വന്നിട്ട് ഡോക്ടേഴ്സ് തന്നെ രോഗികളുടെ അടുത്ത് പറഞ്ഞിട്ട് അവരെ കൊണ്ട് ഇത് വാങ്ങിപ്പിച്ച് ഇത് ചെയ്യുക എന്ന് പറയുന്ന ഒരു ഇടപാടിലേക്ക് അവിടെ പോയിക്കൊണ്ടിരുന്നു പല ഡിപ്പാർട്ട്മെൻറ്റിലും. അപ്പോൾ അങ്ങനെ വരുന്ന ഉടനെ ഈ ആൾക്ക് ചിലർക്കൊരു പരാതി വരും. കാരണം ചിലർ പറയും ഈ ഡോക്ടർമാർ ഇത് ഈ മെഡിക്കൽ ഇതുപോലെയുള്ള കമ്പനികളുടെ ഇന്ന് പണവും വാങ്ങിക്കൊണ്ട് ചെയ്യുന്ന പണിയാണിത്, അവർക്ക് അങ്ങനെ ചെയ്യുന്നു ഇങ്ങനെ ചെയ്യുന്നു, അത് അവർക്ക് ഒരു റെഫർ ചെയ്ത് വിടുന്ന മാതിരിയുള്ള കാര്യമാണ്, അവിടുന്ന് സാധനം വാങ്ങിച്ചുകൊണ്ട് വരാൻ പറയുക എന്ന് തോന്നും. അപ്പോൾ ഇതൊക്കെ അദ്ദേഹത്തിനെ വളരെ ഹോണ്ട് ചെയ്തു എന്ന് എനിക്ക് മനസ്സിലായി. അവസാനം ഒരു നിവൃത്തിയില്ലാതാണ് ഡോക്ടർ ഇത് പ്രതികരിച്ചത്. അത് ഒരുപാട് പ്രാവശ്യം അദ്ദേഹം അതിന് ആവശ്യമുള്ള സാധനം ഇന്നത് വേണമെന്നൊക്കെ അവിടെ എഴുതി കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ പകർപ്പെല്ലാം അദ്ദേഹത്തിൻ്റെ കയ്യിലുണ്ടെന്ന് അദ്ദേഹത്തിൻ്റെ പ്രസ്താവനകളിൽ നിന്ന് കാണുന്നു, ഞാൻ കണ്ടിട്ടില്ല. പക്ഷേ എന്തായാലും ശരി, ഈ ഡോക്ടർ പറഞ്ഞത് സത്യമാണ് എന്നുള്ളത് പുറത്തു വന്നു. കാരണം ഡോക്ടർ പറഞ്ഞ ഒറ്റ കാരണം കൊണ്ട് ഈ സാധനങ്ങൾ, ആവശ്യമുള്ള സാധനങ്ങൾ ഹൈദരാബാദിൽ നിന്ന് ഫ്ലൈറ്റിൽ എവിടെ എത്തിക്കാൻ പറ്റി പിറ്റേന്ന്. അപ്പോൾ ഇത് പറഞ്ഞില്ലെങ്കിലോ? ഇത് ഡോക്ടർ പറഞ്ഞതുകൊണ്ട് ആർക്കാണ് ഇതിൻ്റെ പ്രയോജനം ഉണ്ടായത്? ഇവിടുത്തെ പാവപ്പെട്ട ജനങ്ങൾക്ക്, പാവപ്പെട്ടവർക്കും സാധാരണക്കാർക്കുമാണ്. ബാക്കിയുള്ളവർക്കൊക്കെ വളരെ വിദേശത്തുമൊക്കെ പോയി ട്രീറ്റ് ചെയ്യാം. അപ്പം മന്ത്രിമാർക്കൊക്കെ അമേരിക്കയിലും കാനഡയിലും ഏതെങ്കിലും രാജ്യത്തും ഒക്കെ പോയി ട്രീറ്റ് ചെയ്യുകയൊക്കെ ചെയ്യാം. പക്ഷേ ഈ ഇപ്പോഴത്തെ പാവപ്പെട്ട ജനങ്ങൾക്ക് അതിനുള്ള സൗകര്യമുണ്ടോ? ഇല്ല. അവർക്ക് താങ്ങാൻ പറ്റുന്ന കാര്യമാണോ അത്? ഇല്ല. ഇവിടുത്തെ എല്ലാം നമ്പർ 1 ആണ്. പക്ഷേ ചിലരെ സംബന്ധിച്ചിടത്തോളം അത് നമ്പർ 1 അല്ല. നേതാക്കളെ സംബന്ധിച്ചിടത്തോളം നമ്പർ 1 അല്ല. പാവങ്ങളെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾ നമ്പർ 1 ആയിട്ട് എടുക്കാം. പക്ഷേ അവിടെ ശസ്ത്രക്രിയ നടത്താനുള്ള സാധനങ്ങളില്ല, ഉപകരണങ്ങളില്ല എന്നൊരു ഡോക്ടർ വിളിച്ചു പറഞ്ഞപ്പോൾ അത് പറയാതെ എന്തു ചെയ്യും? കാരണം വേറെ മാർഗമില്ല. ഹി വാസ് റണ്ണിങ് ഫ്രം പില്ലർ ടു പോസ്റ്റ്. യഥാർത്ഥത്തിൽ അദ്ദേഹം അത് പല മാർഗം നോക്കി, ഒന്നും നടക്കാതായപ്പോൾ ആ മനപ്രയാസം കൊണ്ട് ഇത് തുറന്നു പറഞ്ഞതാണ്. തുറന്നു പറഞ്ഞു കഴിഞ്ഞപ്പോൾ ശ്രീമതി വീണ ജോർജ് പതിവിൽ കവിഞ്ഞ സാധാരണഗതിയിൽ ഇതിനെതിരെ വികലമായ ചില പ്രസ്താവനകളൊക്കെ നടത്തുന്നതാണ്. പക്ഷേ എന്തുകൊണ്ടെന്ന് എനിക്കറിഞ്ഞിട്ട് കഴിഞ്ഞ 4 ദിവസം വളരെ നന്നായിട്ട് പ്രശംസിച്ച് ഡോക്ടർ ഹാരിസ് ചിറക്കലിനെ പ്രശംസിച്ച് ശ്രീമതി വീണ ജോർജ് സംസാരിക്കുന്നത് നമ്മൾ കേട്ടതാണ്. നേരത്തെ ഗോപീഷൻ തന്നെ ഇവിടെ ചാനലിലൂടെ കേൾപ്പിച്ചല്ലോ. അപ്പോൾ അങ്ങനെ ഉണ്ടായിട്ട് പോലും ഇത് കഴിഞ്ഞതിന് ശേഷം പതുക്കെ വേറെ ആർക്കും പ്രശ്നങ്ങളൊന്നും വന്നില്ല. അപ്പോൾ നമ്മുടെ ബഹുമാനീയനായ മുഖ്യമന്ത്രി ഒരു പ്രസ്താവന നടത്തി. അത് നല്ല ഒരു അതായത് പേരെടുത്ത് പറഞ്ഞില്ല എന്നുള്ളേ ഉള്ളൂ. അതായത് ഡോക്ടർ ഹാരിസ് ചിറക്കലിൻ്റെ പേരെടുത്ത് പറഞ്ഞില്ല, പക്ഷേ തൊട്ട് കാണിച്ചു, അതേ ചെയ്തുള്ളൂ. കാരണം തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലെ ഒരു പരാതിയുമായിട്ട് എത്തിയ ഡോക്ടർ നല്ല ആളല്ല എന്ന് പറയുന്നില്ല, എന്ന് വെച്ചാൽ നല്ല ആളാണ്. അദ്ദേഹം വളരെ കഠിനാധ്വാനിയാണ്, നന്നായിട്ട് ജോലി ചെയ്യുന്ന ആളാണ്, അഴിമതിക്കാരനൊന്നും അല്ല, അതൊക്കെ പറഞ്ഞു. പക്ഷേ അദ്ദേഹത്തിൻ്റെ ഈ തുറന്നു പറച്ചിൽ മൂലം, അതാണ് പ്രശ്നം. അദ്ദേഹം തുറന്നു പറഞ്ഞല്ലോ, ആ പറച്ചിൽ മൂലം ഈ കേരളത്തിലെ ആരോഗ്യ മേഖല, വളരെ ഉന്നതിയിലുള്ള ആരോഗ്യ മേഖലയ്ക്ക് അത് കുറച്ച് അവമതിപ്പുണ്ടാക്കാൻ അത് ഉപകരിച്ചു എന്ന് പതുക്കെ പറഞ്ഞു. അതുവരെ മിണ്ടാതിരുന്ന സഖാക്കളൊക്കെ കൂടെ ഇത് കഴിഞ്ഞതിന് ശേഷം അങ്ങ് രംഗത്തിറങ്ങി. പിന്നെ വീണ ജോർജ് എന്ത് പറഞ്ഞെന്ന് എനിക്കൊന്ന് കേൾക്കണമെന്നുണ്ടായിരുന്നു, പിന്നെ ഞാൻ കേട്ടിട്ടില്ല, എനിക്കറിയാൻ വയ്യ. അങ്ങിറങ്ങി രംഗത്തിറങ്ങി കഴിഞ്ഞിട്ട് പറഞ്ഞു അങ്ങനല്ല ഇങ്ങനല്ല, അയാൾ അങ്ങനാണ് ഇങ്ങനാണ്. ഇപ്പോൾ സഖാക്കൾ എൻ ബ്ലോക്കായിട്ട് ഒന്ന് ചേർന്ന് അദ്ദേഹത്തിനെ അങ്ങ് ക്രൂശിക്കാനായിട്ട് ഇറങ്ങിയേക്കുകയാണ്. കാരണം അദ്ദേഹത്തിനെതിരെ അങ്ങ് വർത്തമാനം പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ശ്രീ MV ഗോവിന്ദൻ മുതൽ താഴോട്ടുള്ള എല്ലാ ആളുകളും. ഇതെന്താണെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. ഇപ്പോൾ മുഖ്യമന്ത്രി അങ്ങനെ പറഞ്ഞു. ഇനി അത് പറഞ്ഞു കഴിഞ്ഞപ്പോൾ എന്താണെന്നറിയോ സംഭവം? ഡോക്ടർ ഹാരിസ് ചിറക്കൽ അദ്ദേഹം പറഞ്ഞത് ഞാനിത് ജനങ്ങൾക്ക് വേണ്ടി പറഞ്ഞാണ്, ഇത് പറയാതെ പറഞ്ഞതുകൊണ്ട് പ്രയോജനം ഉണ്ടായല്ലോ.
അപ്പോൾ അവിടെ ഈ സാധനങ്ങളെല്ലാം ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞ ചില ആളുകളുണ്ട്, അവിടുത്തെ പ്രിൻസിപ്പലും സൂപ്രണ്ടും. യഥാർത്ഥത്തിൽ എൻ്റെ അഭിപ്രായത്തിൽ അവരെ ആ സർവീസ് വെച്ചുകൊണ്ടിരിക്കാൻ പാടില്ലാത്ത അവരെയാണ്. കാരണം ഈ കള്ളം ഇതുപോലെ ജനങ്ങളോട് വിളിച്ചു പറയുക. ഒരു ഡോക്ടർ വിളിച്ച് സത്യം പറഞ്ഞപ്പോൾ അത് ശരിയാണ്, അതിന് ഇങ്ങനെ അപ്പോൾ ഇനി ശ്രീമതി വീണ ജോർജ് പറഞ്ഞതോ സിസ്റ്റമിക് ഫെയിലുവർ, അതായത് സിസ്റ്റത്തിൻ്റെ ഫെയിലുവറാണെന്ന്. അത് ഒരു മന്ത്രിക്ക് പറയാനുള്ള യോഗ്യത ഉണ്ടോയെന്ന് അത് ആലോചിക്കേണ്ടതാണ്. സിസ്റ്റത്തിൻ്റെ ഫെയിലുവർ ഉണ്ടോ ഇല്ലയോ എന്ന് നോക്കേണ്ടത് ആരാണ്? മന്ത്രി തന്നെയാണ്. സിസ്റ്റത്തിൻ്റെ ഫെയിലുവർ ഉണ്ടെങ്കിൽ ഡോക്ടർ ഹാരിസ് ചിറക്കലിൻ്റെയോ ജനങ്ങളുടെയോ കുറ്റമല്ല അത്. ആ സിസ്റ്റത്തിൻ്റെ മുകളിൽ ഇരിക്കുന്ന ആളിൻ്റെ കുഴപ്പമാണ്, അത് നിയന്ത്രിക്കുന്നവരുടെ കുഴപ്പമാണ്. അതായത് ബ്യൂറോക്രാറ്റിക് ഫെയിലുവർ അവിടെ ഉണ്ടെന്നുള്ളതാണ് അർത്ഥം. ബ്യൂറോക്രാറ്റ്സിനെ അവിടെ നിയന്ത്രിക്കേണ്ടത് ആരാണ്? ഈ സാധനങ്ങൾ സമയത്ത് കിട്ടുന്നില്ല, മരുന്ന് കിട്ടുന്നില്ല രോഗികൾക്ക്, അവർക്ക് ശസ്ത്രക്രിയയായിട്ടുള്ള ഉപകരണങ്ങൾ കിട്ടുന്നില്ല. ഒരു MRI സ്കാനിങ് വേണമെന്നുണ്ടെങ്കിൽ 6 മാസം കാത്തിരിക്കണം തിരുവനന്തപുരം മെഡിക്കൽ കോളേജ്, ഞാൻ കേട്ടതാണ്. അതുപോലെ അല്ലാതെ ഒരു CT സ്കാൻ വേണമെങ്കിൽ 1 മാസം കാത്തിരിക്കണം. ഇതൊക്കെ എന്നിട്ടാണ് നമ്മൾ നമ്പർ വൺ എന്ന് പറയുന്നത്. അപ്പോൾ അതിനെക്കുറിച്ച് പറയാനുള്ള കാര്യമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഞാനൊന്ന് പഠിച്ചു വന്നപ്പോൾ നമ്മുടെ യഥാർത്ഥത്തിൽ സർക്കാരിൻ്റെ ചിലവായിട്ട് ഇവിടെ ജനസംഖ്യ അനുപാതത്തിൽ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ കേരളത്തിൽ 32% കോൺട്രിബ്യൂഷൻ. ബാക്കി 68% ജനങ്ങൾ അവരുടെ കയ്യിൽ നിന്നുള്ള കോൺട്രിബ്യൂഷനാണ്. അതായത് പ്രൈവറ്റ് ഹോസ്പിറ്റലിലൊക്കെ പോകുന്നു, അങ്ങനെയൊക്കെയുള്ള കോൺട്രിബ്യൂഷനാണ്. പിന്നെ ഇത് പറഞ്ഞ കേരളം നമ്പർ 1 എന്ന് പറഞ്ഞാൽ എന്താണെന്ന് എനിക്ക് മനസ്സിലായില്ല. തൊട്ടടുത്ത സംസ്ഥാനം ഉണ്ടല്ലോ തമിഴ്നാട്, അവിടെ 54% സർക്കാരിൻ്റെ കോൺട്രിബ്യൂഷൻ. ഇതൊന്നും അല്ല, വളരെ പിന്നോക്കം നിൽക്കുന്ന ആസാം എന്ന് പറയുന്ന ഒരു സംസ്ഥാനം ഉണ്ടല്ലോ, 64% കോൺട്രിബ്യൂഷൻ അവിടെ ഗവൺമെൻറ്റിൻ്റെ. അപ്പോൾ ഇത് നമ്മൾ നമ്പർ 1 എന്ന് പറയാൻ. അതുപോലെ തന്നെ കർണാടകയിലും മഹാരാഷ്ട്രയിലും മധ്യപ്രദേശിൽ പോലും കൂടുതലാണ്. അപ്പം ഞാൻ ബാക്കിയുള്ള സംസ്ഥാനങ്ങളെക്കുറിച്ച് ഞാൻ നോക്കിയിട്ടില്ല, എനിക്കറിയത്തില്ല. അപ്പോൾ ഇതൊന്നും മനസ്സിലാക്കേണ്ട കാര്യം, ഇത് നമ്മളില്ലാത്ത അവകാശവാദങ്ങൾ എടുത്ത് പറയുക. പൊള്ളയായ അവകാശവാദങ്ങൾ പറയുമ്പോൾ അത് വെളിയിലേക്ക് മനുഷ്യർ മനസ്സിലാക്കി കഴിഞ്ഞാൽ അത് വലിയ പ്രശ്നമാണ്. മാത്രമല്ല കമാൽ പാഷ സാർ, മുഖ്യമന്ത്രി പറഞ്ഞത് ഈ ഉപകരണങ്ങൾ ഇല്ലാതെ വരുന്ന സാഹചര്യമൊക്കെ ചിലപ്പോൾ ഉണ്ടാകും, ചിലപ്പോൾ മരുന്നുകളില്ലാത്ത സാഹചര്യങ്ങൾ ഉണ്ടാകും. അതൊക്കെ സാധാരണ നിലയിൽ സംഭവിക്കുന്നതാണ് എന്ന് പറഞ്ഞാൽ, മാത്രമല്ല വീണ ജോർജ് പറഞ്ഞത് ഈ ഒരു ഒറ്റ സംഭവത്തിന്റെ പേരിൽ മുഴുവൻ സർക്കാർ ആശുപത്രികൾ മോശമാണ് എന്ന ഒരു പ്രതീതി സൃഷ്ടിക്കാൻ ശ്രമിക്കരുത്, അങ്ങനെ അടച്ചാക്ഷേപിക്കരുതെന്നാണ്. ഇപ്പോൾ കമാൽ പാഷ സാർ ഇത്രയും പറഞ്ഞ സ്ഥിതിക്ക് ഈ തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലെ മരുന്ന് ക്ഷാമത്തെക്കുറിച്ച്, അവിടുത്തെ കിടത്തി ചികിത്സാ സൗകര്യങ്ങളെക്കുറിച്ച് ജനങ്ങൾക്ക് ചില അഭിപ്രായങ്ങളുണ്ട് അവരുടെ അനുഭവങ്ങളിൽ നിന്ന്. നമുക്കതൊന്ന് കേട്ടിട്ട് വരാം. താണ്ട് ഇത് നോക്ക് നിങ്ങൾ, താണ്ട് അവർ ശരിയിട്ടേക്കുന്നത് ഇത് കണ്ട, ആ ഒരൊറ്റ ഗുളിക മാത്രം ഇവിടെ ഉണ്ട്. ഞാൻ മെഡിക്കൽ ഷോപ്പിൽ കൊണ്ട് എണ്ണി നോക്കിയപ്പം 2800 രൂപയുടെ ഗുളിക വെളിയിൽ നിന്ന് എടുക്കണമെന്നും പറഞ്ഞുകൊണ്ട് ചികിത്സ നടക്കണ്. പക്ഷേ കിടക്കാൻ സ്ഥലമില്ല. പിന്നെ ഒരു കട്ടിൽ 2-3 പേര് ചാളയെ നൊത്തോലി അടുക്കുകയല്ല, തറയിലാണ് അത്രയും പേരും കിടക്കുന്നത്. ഇതിപ്പോൾ ഞാൻ ഈ ചർച്ചയിൽ ഒരു 1-2 പേരുടെ ഒരു അഭിപ്രായം എടുത്തു എന്ന് മാത്രം. കാരണം ധാരാളം ആളുകൾ പല ആശുപത്രികളിൽ ഇപ്പോൾ ഇതൊക്കെ പറയുമ്പോൾ സാധാരണ നിലയിൽ നമ്മൾ നമ്മുടെ തന്നെ സംവിധാനത്തെ ഇങ്ങനെ ഇതിലൊരു രാഷ്ട്രീയമില്ലല്ലോ. കാരണം ഇതിപ്പോൾ ആര് ഭരിക്കുന്നു എന്നതല്ല, ഇതിൻ്റെ ഗുണഭോക്താക്കളായി മാറേണ്ട കേരളത്തിൽ ഏറ്റവും സാധാരണക്കാരായ ജനങ്ങൾ, നമുക്ക് എല്ലാ കാലത്തും ആശ്രയിക്കാൻ കഴിയേണ്ടുന്ന ആതുരാലയങ്ങൾ, അതിൻ്റെ ഒരു ദുരവസ്ഥയെക്കുറിച്ച് ഒരാൾ പറയുമ്പോൾ അദ്ദേഹം തന്നെ പറഞ്ഞ വാക്ക്, കമാൽ പാഷ സാർ, ഞാനൊരു പ്രൊഫഷണൽ സൂയിസൈഡാണ് ചെയ്യുന്നത്, കാരണം മറ്റു വഴികളൊന്നും മുന്നിൽ കാണുന്നില്ല എന്ന് തോന്നുമ്പോഴാണ് ഒരാൾ ആത്മഹത്യയെക്കുറിച്ച് ആലോചിക്കുക. അപ്പോൾ എൻ്റെ മുന്നിൽ വന്ന് നിൽക്കുന്ന രോഗികളെ ചികിത്സിക്കാൻ ഉത്തരവാദിത്തപ്പെട്ട ആളെന്ന നിലയിൽ അവർക്ക് അത് നൽകാൻ കഴിയാത്ത ഒരു അവസ്ഥയിൽ ഞാൻ വഴിയൊന്നും മുന്നിൽ കാണുന്നില്ല എന്നതിൽ നിന്ന് ഉണ്ടായ തീരുമാനമാണ് ഇതെല്ലാം തുറന്നു പറയുക. അങ്ങനെ ഒരു പ്രൊഫഷണൽ സൂയിസൈഡാണ് ഞാൻ നടത്തിയിരിക്കുന്നതെന്നാണ് ഡോക്ടർ ഹാരിസ് പറഞ്ഞത്. ഞാൻ വരാം സാർ. ഡോക്ടർ വി രാമൻകുട്ടി സാർ നമ്മളോടൊപ്പം ഉണ്ട്. ഡോക്ടർ വി രാമൻകുട്ടി, ഇത് എന്താണ് സർക്കാർ ഉദ്ദേശിക്കുന്നത്? കാരണം ഇങ്ങനൊരു കാര്യം പറഞ്ഞു, അതിന്മേൽ ഇനി നടപടി ഉണ്ടാകണം. അവിടെ ഇപ്പോൾ നമ്മൾക്ക് ഈ കണക്കുകളൊക്കെ നോക്കുമ്പോൾ ഈ അവിടുത്തെ ഡോക്ടർമാരുടെ എണ്ണം വളരെ കുറവാണ് മെഡിക്കൽ കോളേജുകളിൽ. അതുമാത്രമല്ല അവിടുത്തെ നഴ്സിംഗ് സ്റ്റാഫുകളുടെ എണ്ണം കുറവാണ്. ഇതെല്ലാം വലിയ അപര്യാപ്തതയായി നിൽക്കുന്നുണ്ട്. അപ്പോഴാണ് കഴിഞ്ഞ ജനുവരി മാസത്തെ ഒരു കണക്ക് വന്നിരിക്കുന്നത് 335 ഡോക്ടർമാർ അനധികൃതമായി അവധിയിൽ പ്രവേശിച്ചിട്ടുണ്ടെന്ന്. ഇപ്പോൾ ഇന്നത്തെ പല പത്ര റിപ്പോർട്ടുകൾ നോക്കുമ്പോഴാണ് മനസ്സിലായത് പല ഡോക്ടർമാരും ഇങ്ങനെ അവധിയിൽ പോവുകയും പിന്നീട് അതുവഴി പതുക്കെ അവർ ഈ സർവീസിൽ നിന്ന് പുറത്തേക്ക് കടക്കുകയും ചെയ്യുന്നു. കാരണം സർക്കാർ ആശുപത്രികളിൽ സേവനം അനുഷ്ഠിക്കാൻ അവർ താല്പര്യപ്പെടുന്നില്ല. ഒരു ഗുണവും അവർക്കില്ല എന്നുള്ള, സാമ്പത്തികമായി ഇല്ല, സ്വസ്ഥതയില്ല, രോഗികളുടെ ശാപം, ഇതൊക്കെ ഏൽക്കാൻ ആരും തയ്യാറാകുന്നില്ല. അവിടെയാണ് ഡോക്ടർ ഹാരിസിനെ പോലെ വളരെ ലളിതമായ ജീവിതം നയിക്കുകയും കൃത്യമായ ആശുപത്രികളിൽ എത്തുകയും രോഗികളുടെ ആവശ്യങ്ങൾ കണ്ടറിഞ്ഞ് അവർക്കൊപ്പം നിന്ന് ഏറ്റവും നല്ല മിടുക്കനായ ഡോക്ടറെ അദ്ദേഹം സേവനം അനുഷ്ഠിക്കുകയും ചെയ്യുന്നത്. അങ്ങനെ ഒരാൾ, അയാളുടെ ജോലി ചെയ്യാൻ പറ്റുന്നില്ല,
ജനങ്ങൾക്ക് മരുന്ന് കൊടുക്കാൻ പറ്റുന്നില്ല, അവരുടെ ശസ്ത്രക്രിയ നടത്താൻ കഴിയുന്നില്ല എന്ന വിവരം, അതിൻ്റെ കാരണങ്ങൾ ബോധ്യപ്പെടുത്തുമ്പോൾ സർക്കാർ അയാളെ ശത്രുവായി കാണുന്നത് എന്തുകൊണ്ടാണ്? ഈ ഡോക്ടർ സംരക്ഷിക്കപ്പെടേണ്ടതല്ലേ? അദ്ദേഹത്തിൻ്റെ നീതിബോധവും അദ്ദേഹത്തിൻ്റെ സഹാനുഭൂതിയും അദ്ദേഹത്തിൻ്റെ ആർജവമുള്ള നിലപാടുകളും ഒക്കെ. എന്തുകൊണ്ടാണ് അങ്ങനെ കൺസിഡർ ചെയ്യുന്നത് ചോദിച്ചാൽ എനിക്ക് അതിന് മറുപടി ഇല്ല. തീർച്ചയായിട്ടും അദ്ദേഹം ആദ്യം ഇത് പറഞ്ഞപ്പോൾ നല്ല രീതിയിലാണ് അത് സ്വീകരിക്കപ്പെട്ടത്. ഇത് ഒരു പ്രശ്നമുണ്ട് എന്നുള്ളത് ഇപ്പോൾ ആരും തർക്കിക്കുന്നില്ലെന്ന് തോന്നുന്നു. മന്ത്രി പോലും അത് ആദ്യം അംഗീകരിച്ചാണ്. അങ്ങനെ ഒരു പ്രശ്നമുണ്ട്, അത് സോൾവ് ചെയ്യണം എന്നുള്ള അർത്ഥത്തിലാണല്ലോ ആദ്യം അതെടുത്തത്. എന്ന് മാത്രമല്ല, അതൊരു ഒറ്റപ്പെട്ട സംഭവമാണെന്ന് പറഞ്ഞാലും ശരിയാവില്ല. കാരണം ഡോക്ടർ ഹാരിസ് തന്നെ പറഞ്ഞത് പല സ്ഥലത്തും മുട്ടി, പല ആളുകളുടെ കാര്യത്തിലും ശ്രമിച്ചിട്ട് പറ്റാതെ അവസാനം ഒരു ചെറുപ്പക്കാരൻ്റെ കാര്യത്തിലൊരു ബുദ്ധിമുട്ട് വന്നപ്പോഴാണ് അദ്ദേഹത്തിന് തീരെ മനസ്സുമെടുത്തിട്ട് ഇത് ഫേസ്ബുക്ക് പോസ്റ്റായിട്ട് ഇട്ടതെന്നാണ് അദ്ദേഹം പറയുന്നത്. അപ്പോൾ അതൊരു സീരീസ് ഓഫ് ഇതിൻ്റെ അവസാനമാണത് പറയുന്നത്. അപ്പം മന്ത്രി അത് സിസ്റ്റത്തിൻ്റെ തകരാറാണെന്ന് അംഗീകരിക്കുകയും ചെയ്തു. അപ്പോൾ അത് സിസ്റ്റം അത് കഴിഞ്ഞ് അതിനൊരു അന്വേഷണ കമ്മീഷനെ വെച്ചു. അപ്പോൾ ആ അന്വേഷണ കമ്മീഷൻ എന്താണ് പറഞ്ഞതെന്ന് അറിയാൻ അത് റിപ്പോർട്ട് കൊടുത്തു എന്നാണ് പത്രത്തിൽ നിന്ന് ഞാൻ മനസ്സിലാക്കുന്നത്. പക്ഷെ അത് ഒരു പബ്ലിക് ഡോക്യുമെൻ്റ് ആക്കേണ്ടതല്ലേ? എന്താണ് പറഞ്ഞതെന്ന് അവർ മാത്രം പറഞ്ഞാൽ പോരല്ലോ. ഇതൊരു പബ്ലിക് സെക്ടർ അല്ലേ, ഐ മീൻ ഹെൽത്ത് സർവീസ് എന്ന് പറയുന്ന പബ്ലിക് ഡൊമൈനിലുള്ളൊരു കാര്യമാണല്ലോ. അപ്പോൾ എന്തെങ്കിലും തകരാറുണ്ടെന്ന് അവർ കണ്ടുപിടിച്ചിട്ടുണ്ടെങ്കിൽ അത് പരിഹരിക്കാനല്ലേ ശ്രമിക്കേണ്ടത്. അപ്പോൾ ആ രീതിയിലാണ് ആദ്യം നീങ്ങുന്നതെന്നാണ് എനിക്ക് തോന്നിയത്. പക്ഷേ പിന്നീട് അത് ഗവൺമെൻറ്റിനെതിരായിട്ടുള്ള അല്ലെങ്കിൽ ഭരിക്കുന്ന സംവിധാനത്തിനെതിരായിട്ടുള്ള ഒരു ചെളിവാരിയെറിയലാണെന്നുള്ള രീതിയിലാണ് ഇപ്പോൾ പ്രതികരിക്കുന്നത്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ ഡോക്ടറെ സംബന്ധിച്ചിടത്തോളം അതൊരു വല്ലാത്തൊരു ഡയലമ്മയാണ്. കാരണം ഒരു ഡോക്ടറുടെ ആദ്യത്തെ പ്രതിബദ്ധത ആരോടാണ്? ഈ ഭരണ സംവിധാനത്തോടാണോ, ഭരിക്കുന്ന ഗവൺമെൻറ്റിനോടാണോ, പാർട്ടിയോടാണോ, അതോ രോഗികളോടാണോ എന്നുള്ളത് അദ്ദേഹം തന്നെ തീരുമാനിക്കണം. അതിപ്പോൾ അദ്ദേഹത്തിൻ്റെ മുമ്പിലുള്ള ഒരു വലിയൊരു ചോദ്യം തന്നെയാണ്. കാരണം അദ്ദേഹം തന്നെ പറഞ്ഞിട്ടുണ്ട്, അദ്ദേഹം ഈ പ്രത്യേക രാഷ്ട്രീയ സംവിധാനത്തിൽ ഉൾപ്പെടുന്ന ആളാണെന്നാണ് അദ്ദേഹം തന്നെ അവകാശപ്പെടുന്നത്. അങ്ങനെ പറയുമ്പോൾ, അല്ലെങ്കിൽ ഇപ്പോൾ ഞാൻ ആലോചിച്ച് നോക്കുകയാണ്, ഇദ്ദേഹമല്ല ഇങ്ങനെ ഒരു പ്രിവിലേജ് അദ്ദേഹത്തിന് ഇല്ലായിരുന്നെങ്കിൽ എന്തായിരുന്നേനെ പറഞ്ഞിരുന്നതെന്ന് ഞാൻ ഇടയ്ക്ക് ആലോചിച്ച് പോയി. കാരണം അവരെ നിലത്ത് നിർത്തത്തില്ലായിരുന്നു. ഒരു പാർട്ടിയും ഇല്ലാത്ത ഒരാളാണെങ്കിലോ, അഥവാ ഇനി അബദ്ധത്തിന് വേറൊരു സംവിധാനത്തിൻ്റെ വക്താവായിരുന്ന ആയിട്ടുള്ള ഒരാളോ, എന്നറിയപ്പെടുന്ന ആളോ മറ്റോ ആണെങ്കിൽ അത് വേറൊരു തരത്തിലായിരിക്കും പ്രതികരണങ്ങൾ വരിക. അപ്പോൾ അതാ പറഞ്ഞത്. അപ്പോൾ ഡോക്ടറെ സംബന്ധിച്ചോളം ഇത് എന്താണ്, എങ്ങനെയാണെന്നുള്ളത് അദ്ദേഹത്തിൻ്റെ ഒരു തീരുമാനമാണ്. അപ്പോൾ നമുക്കപ്പോൾ അതിൽ അദ്ദേഹത്തിനെ ഉപദേശിക്കാനൊന്നും പറ്റില്ല. പക്ഷേ പ്രശ്നമുണ്ട് എന്നുള്ള അംഗീകരിച്ച സ്ഥിതിക്ക് ഇതെന്താണ് പ്രശ്നം എന്ന് അറിയാൻ എല്ലാവർക്കും അവകാശമുണ്ട്. അത് ഒരു പബ്ലിക്കായിട്ടുള്ള ചർച്ച വരണം. അതെങ്ങനെ ഇമ്പ്രൂവ് ചെയ്യണം എന്നുള്ളത് ഗവൺമെൻറ് കൂട്ടായ ചർച്ചയിൽ കൂടിയോ അല്ലെങ്കിൽ എക്സ്പേർട്സിൻ്റെ സജഷൻസിൽ കൂടിയെല്ലാം അത് ഒരു സൊല്യൂഷൻ കണ്ടുപിടിക്കണം എന്നാണ് എനിക്ക് പറയാനുള്ളത്. അത് കൂടുതലിപ്പോൾ നമുക്ക് ചുരുങ്ങിയ സമയത്തിലൊന്നും പറയാൻ കഴിയില്ല. രാമൻകുട്ടി ഡോക്ടർ, ഇപ്പം നമ്മൾ ഇതിനൊരു സൊല്യൂഷൻ കണ്ടുപിടിക്കുന്നതിനൊപ്പം തന്നെ ഈ സൊല്യൂഷൻ ഉണ്ടാകാൻ കാരണക്കാരനായ ഒരു ഡോക്ടർ ശിക്ഷിക്കപ്പെടാൻ പാടില്ലല്ലോ. അപ്പോൾ അദ്ദേഹവും സംരക്ഷിക്കപ്പെടേണ്ടതല്ലേ താങ്കളുടെ അഭിപ്രായത്തിൽ? തീർച്ചയായിട്ടും അത് ശിക്ഷിക്കപ്പെടാൻ പാടില്ല. പക്ഷേ ഇപ്പോൾ ഇതിലെന്താ പ്രശ്നം എന്ന് പറഞ്ഞാൽ, ഇപ്പോൾ സർക്കാർ സർവീസിലായിരിക്കുമ്പോൾ അതിൻ്റെ ചില നിയമങ്ങളുണ്ടെന്നാണ് പറയപ്പെടുന്നത്. അപ്പോൾ അതിൽ പ്രത്യേകിച്ച് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത്, ഇപ്പോൾ പണ്ടൊക്കെ ആണെങ്കിൽ, ഇപ്പോൾ ഞങ്ങളുടെ ഒന്നും കാലത്ത് അങ്ങനെ ഈ സോഷ്യൽ മീഡിയ ഒന്നുമില്ല. അപ്പോൾ പത്രങ്ങളിൽ പ്രതികരിക്കുന്നത് വലിയൊരു ഇതായിട്ട് അനുവാദം കൂടാതെ പത്രത്തിൽ പ്രതികരിക്കാൻ പാടില്ല എന്നൊക്കെ ഒരു നിയമം ഉണ്ടെന്നാണ് നമ്മളെയൊക്കെ മനസ്സിലാക്കി വെച്ചിരുന്നത്. അപ്പോൾ അതുകൊണ്ട് അങ്ങനെ ചെയ്യുന്നവരെ വളരെ അത് ചെയ്യാൻ പാടില്ലാത്ത കാര്യം എന്നുള്ള നിലയിൽ നേരിടാറുണ്ട്. വളരെ അപൂർവമായിട്ട് അങ്ങനെ സംഭവിക്കാറുള്ളൂ. പക്ഷേ ഇതിലിപ്പോൾ അദ്ദേഹം സോഷ്യൽ മീഡിയയിൽ കൂടിയാണ് പ്രതികരിച്ചത്. അത് ഇതിൻ്റെ പരിധിയിൽ വരുമോയെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. കാര്യം എന്താണെന്ന് വെച്ചാൽ, ഇപ്പോൾ നമുക്ക് തന്നെ അറിയാം, 5-6 മാസമായിട്ടൊരു IAS ഉദ്യോഗസ്ഥൻ പുറത്ത് നിന്നുകൊണ്ട് എല്ലാ സോഷ്യൽ മീഡിയയിൽ കൂടിയും ഗവൺമെൻറ്റിനെ എല്ലാ ദിവസവും അദ്ദേഹത്തിന് പറയാനുള്ള, അതെ, അപ്പോൾ അതിനൊരു നടപടി സസ്പെൻഷനിക്ക് നീട്ടിക്കൊണ്ട് പോകുന്നതല്ലാതെ അദ്ദേഹത്തിനെതിരായിട്ട് ഒന്നും ചെയ്യാൻ പറ്റുന്നുമില്ല. അപ്പോൾ അതിനെനിക്ക് തോന്നുന്നത് അതിനൊരു ലീഗൽ ലൂപ്പ് ഹോൾ, അത് അദ്ദേഹം ലോയറും കൂടിയാണ്, അതുകൊണ്ട് അത് യൂട്ടിലൈസ് ചെയ്തുകൊണ്ടായിരിക്കും അദ്ദേഹം അത് ചെയ്യുന്നതെന്ന് ഞാൻ ഊഹിക്കുന്നു. അപ്പോൾ ഈ ഡോക്ടർക്കും അങ്ങനെ എൻ്റെ അഭിപ്രായത്തിൽ അതിൻ്റെ സ്പിരിറ്റിലെടുക്കണം. അദ്ദേഹം പറഞ്ഞത് അദ്ദേഹത്തിന് വേണ്ടിയല്ല, അപ്പോൾ അദ്ദേഹത്തിനൊരു ലാഭം ഉണ്ടാക്കാൻ വേണ്ടി പറഞ്ഞതാണെങ്കിൽ ആ രീതിയിലെടുക്കാം. അല്ലെങ്കിൽ ഇപ്പോൾ
തീർച്ചയായിട്ടും രോഗികളുടെ മെച്ചത്തിന് വേണേൽ അത് എന്തായാലും ഈ പറഞ്ഞ പോലെ അതുകൊണ്ട് മെച്ചം ഉണ്ടായല്ലോ. അപ്പോൾ ആ രോഗിയുടെ കാര്യം അല്ലെങ്കിൽ അടുത്ത് ഇപ്പോൾ ഉള്ള രോഗികളുടെ കാര്യമെങ്കിലും നമുക്ക് അതിന് സൊല്യൂഷൻ കണ്ടുപിടിക്കാൻ ഗവൺമെൻറ്റിന് കഴിഞ്ഞു. അപ്പോൾ അത് അങ്ങനെയുള്ള പ്രവർത്തനങ്ങൾ ഇനിയും ബാക്കിയുള്ളവരുടെ കാര്യവും കൂടെ ഇതുപോലെ ഒരു പ്രശ്നം വരാതെ രീതിയിൽ കൊണ്ടുപോകാനാണ് ശ്രമിക്കേണ്ടത്. അപ്പോൾ അതിന് ആ ഡോക്ടറുടെ സഹകരണം കൂടി അവർ നേടിക്കൊണ്ട് പോകണം. അല്ലാതെ അദ്ദേഹത്തിനെ ഒരു ശത്രുവാക്കി കഴിഞ്ഞാൽ ഇനി ബാക്കിയുള്ള സമയത്ത് ഇത് കൂടുതൽ വഷളാവുകയല്ലേ ഉള്ളൂ. അതുകൊണ്ട് അദ്ദേഹത്തിനെതിരായിട്ടുള്ള ഒരു ശിക്ഷണ നടപടി എന്നുള്ളതിനോട് എനിക്ക് വ്യക്തിപരമായിട്ട് യോജിപ്പില്ല. ഡോക്ടർ അരവിന്ദ്, ലീഗാലിറ്റി എനിക്ക് അറിഞ്ഞൂടാ. മനസ്സിലായി. ഡോക്ടർ അരവിന്ദ്, ഇപ്പോൾ KGMCTA കഴിഞ്ഞ ദിവസം സമരരംഗത്തുണ്ടായിരുന്നത് ഇവിടെ ഒഴിഞ്ഞു കിടക്കുന്ന അല്ലെങ്കിൽ ഡോക്ടർമാരുടെ എണ്ണം തുലവും കുറവാണ്, അതുകൊണ്ട് അവരെ കൂടുതൽ ആളുകളെ നിയമിക്കണം, അതേപോലെ തന്നെ നഴ്സിംഗ് സ്റ്റാഫിന് കൊണ്ടുവരണം, പിന്നെ ഈ ശമ്പള പരിഷ്കരണത്തിൻ്റെ ഭാഗമായി ഉണ്ടായിരുന്ന അതിൻ്റെ ഭാഗമായുള്ള കുടിശ്ശിക ഡോക്ടർമാർക്ക് അവരുടെ ശമ്പള ഇനത്തിൽ നൽകാനുള്ള കുടിശ്ശിക സർക്കാർ കൊടുത്തു തീർക്കണം എന്ന് തുടങ്ങിയ നിരവധി ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ടാണ് ഈ സമരത്തിനൊക്കെ ഈ ഘട്ടത്തിൽ പ്രസക്തി വന്നത്. ഈ മെഡിക്കൽ കോളേജുകളിൽ അല്ലെങ്കിൽ സർക്കാർ ആശുപത്രികളിൽ എന്തൊക്കെ സംഭവിക്കുന്നു എന്ന കാര്യം പരിശോധിക്കപ്പെടാവുന്ന തരത്തിലേക്ക് ഈ വിവാദങ്ങളൊക്കെ മാറിയ സാഹചര്യത്തിൽ കൂടിയാണ്. അവിടെ നിങ്ങളുടെ കൂട്ടത്തിൽ നിന്നൊരു ഡോക്ടറാണ് ഈ കാര്യങ്ങളൊക്കെ പുറം ലോകത്തെ അറിയിച്ചതും സർക്കാരിന് പെട്ടെന്ന് തന്നെ ഇടപെടേണ്ടി വന്നത്. ഇപ്പോൾ അദ്ദേഹം തന്നെ പറഞ്ഞത്, ഞാനിതൊക്കെ പറഞ്ഞ ശേഷം ഈ ഉപകരണങ്ങളൊക്കെ എത്തിയല്ലോ, വിമാനത്തിലൊക്കെ പറന്ന് എത്തിച്ച് കാര്യങ്ങളൊക്കെ ശസ്ത്രക്രിയ മുടങ്ങിക്കിടന്നതൊക്കെ തുടങ്ങാൻ അദ്ദേഹത്തിൻ്റെ ഇടപെടൽ കൊണ്ട് സാധിച്ചു. പക്ഷേ ഒടുവിൽ ഇപ്പോൾ അദ്ദേഹം ക്രൂശിക്കപ്പെടുന്ന ഒരു സ്ഥിതി എത്തിയിട്ടുണ്ട്. KGMCTA ഈ കാര്യത്തിൽ എന്ത് നിലപാട് സ്വീകരിക്കും, എങ്ങനെ ഇടപെടും? KGMCTA അദ്ദേഹത്തിൻ്റെ കൂടെ നിൽക്കുകയാണ്. കാരണം വെച്ചാൽ അദ്ദേഹം പറഞ്ഞത് വേറെ ഒരു മാർഗവുമില്ലാതെയാണ് അദ്ദേഹം പറഞ്ഞത്. ഒരു സ്ഥാപനം പ്രൊക്യൂർ ചെയ്യാൻ വേണ്ടി വളരെയധികം പിറകെ നടന്നു, മാസങ്ങളോളം പിറകെ നടന്നു. ഒരു പ്രോബിന് വേണ്ടിയാണ് അദ്ദേഹം മാസങ്ങളോളം പല ഓഫീസുകളിൽ കയറി ഇറങ്ങിയത്, ഒന്നും നടന്നില്ല. അപ്പോൾ ഒരു ബ്യൂറോക്രസിയിലെ ബുദ്ധിമുട്ട് കാരണം അദ്ദേഹം പ്രതികരിച്ചു പോയതാണ്, വേറൊരു മാർഗവുമില്ലാതെ അദ്ദേഹം പ്രതികരിച്ചാണ്. അപ്പോൾ അത് ഒറ്റപ്പെട്ട സംഭവമല്ല, എല്ലാ ഡോക്ടർമാരും അത് അനുഭവിക്കുന്നതാണ്. അദ്ദേഹം പുറത്ത് പറയാനൊരു ആർജവം കാണിച്ചു, പക്ഷേ മറ്റു പലരും പറയാതിരിക്കുന്നു. പക്ഷെ അത് അദ്ദേഹത്തിന് പറയേണ്ടി വന്നു, വേറൊരു നിവൃത്തിയില്ലാതെ പറയേണ്ടി വന്നു. അങ്ങനെ പറഞ്ഞത് അദ്ദേഹത്തിൻ്റെ കൂടെ തന്നെയാണ് അസോസിയേഷൻ ഉള്ളത്. അസോസിയേഷൻ്റെ തീരുമാനം അദ്ദേഹത്തിനെതിരെ എന്തെങ്കിലും നടപടി എടുക്കുകയാണെങ്കിൽ ആ സമയം തൊട്ട് നമ്മൾ അതിനെതിരെ പ്രതികരിക്കും. അതിനെതിരെ നമുക്ക് എന്താണ് ചെയ്യാൻ പറ്റുന്നത് അതെല്ലാം ചെയ്യുക എന്നുള്ളതാണ്. സംഘടനാപരമായും പക്ഷേ ഇവിടെ പറയുന്നൊരു കാര്യം, ആ സ്ഥാനത്തിരുന്നു കൊണ്ട് അതിൻ്റെ നിയമത്തിൻ്റെ ചട്ടക്കൂടിൽ നിന്നുകൊണ്ട് അദ്ദേഹം ഇങ്ങനെ അദ്ദേഹം നടത്തിയിട്ടുള്ള നടപടികളൊക്കെ ചട്ടവിരുദ്ധമാണ്, ഇത് ഇങ്ങനെ പരസ്യമായി പറയാൻ പാടില്ലായിരുന്നു, അദ്ദേഹത്തിന് അതൊക്കെ ഉന്നയിക്കാനുള്ള വേദികൾ ഉണ്ടായിരുന്നു, അതിന് ചില നടപടിക്രമങ്ങൾ ഉണ്ട് എന്നൊക്കെയാണ്. അതിൻ്റെ പേരിലാണ് ഇനിയിപ്പോൾ നടപടി ഉണ്ടായാൽ തന്നെ സംഭവിക്കാൻ പോകുന്നത്. 3 അംഗ സമിതി കാര്യങ്ങളൊക്കെ പരിശോധിക്കുകയാണ്. ആ ഘട്ടത്തിൽ KGMCTAക്ക് എന്ത് ചെയ്യാൻ കഴിയും? നമ്മൾ ശക്തമായി തന്നെ ഡോക്ടർ ഹാരിസിൻ്റെ കൂടെയുണ്ട്. കാരണം വെച്ചാൽ നമ്മൾ ഡോക്ടർ ഹാരിസ് വേറെ ഒരു മാർഗ്ഗമില്ലാതെ എല്ലായിടത്തും പറഞ്ഞതായിട്ട് ആണ് നമുക്ക് അറിയാൻ കഴിയുന്നത്. അത് അദ്ദേഹത്തിൻ്റെ ബുദ്ധിമുട്ട് പല ലെവലിൽ അറിയിച്ചിട്ടുണ്ട്. ഈവൻ മന്ത്രിയുടെ ഓഫീസിൽ വരെ അദ്ദേഹം അറിയിച്ചിട്ടുണ്ട്. അത് കഴിഞ്ഞും ഒന്നും നടക്കാതെ വന്നപ്പോൾ മാത്രമാണ് അദ്ദേഹം പ്രതികരിച്ചത്. അപ്പോൾ അദ്ദേഹത്തെ അതിൽ ക്രൂശിക്കുന്നതിന് ഒരു തരത്തിലും സംഘടന കമാൽ പാഷ സാർ, ശരി സാർ, കമാൽ പാഷ സാർ, ഈ സംഭവം ഉണ്ടായ ശേഷം ഇപ്പോൾ പലതരത്തിൽ ഇതിൻ്റെ അന്വേഷണങ്ങളൊക്കെ വന്ന ശേഷം മനസ്സിലാക്കിയത്, ഒന്ന്, ധനവകുപ്പ് വേണ്ട രീതിയിലുള്ള ഫണ്ടുകൾ നൽകിയിട്ടില്ല, അതായത് വലിയ സാമ്പത്തിക പ്രതിസന്ധി നേരിടുന്നുണ്ട് എന്നതാണ് ഒന്നാമത്തെ കാര്യം. ഇപ്പോൾ വീണ തന്നെ പറയുന്നു അതിന് എനിക്കൊന്നും ചെയ്യാൻ പറ്റില്ല എന്ന്. ആരോഗ്യമന്ത്രി പറയുന്നത് സിസ്റ്റത്തിൻ്റെ ഫെയിലിയറാണ് സംഭവിച്ചിരിക്കുന്നതെന്ന് അവർ തുറന്ന് സമ്മതിക്കുന്നു. അത് മാറ്റി നിർത്തി കഴിഞ്ഞാൽ ഇപ്പോൾ മുഖ്യമന്ത്രി പറഞ്ഞതുപോലെ കേരളത്തിൽ വളരെ സമ്പന്നമായി നിൽക്കുന്ന, 1-ാം സ്ഥാനത്ത് നിൽക്കുന്ന ഒരു ആരോഗ്യരക്ഷാ സംവിധാനം, ആ സംവിധാനത്തെ മോശമായി ചിത്രീകരിക്കാൻ സഹായകരമായ രീതിയിൽ അല്ലെങ്കിൽ അതിന് വഴിവെക്കുന്ന തരത്തിലുള്ളൊരു ഇടപെടലായി ഡോക്ടർ ഹാരിസിൻ്റെ ഈ വെളിപ്പെടുത്തലുകളൊക്കെ എന്ന അദ്ദേഹത്തിൻ്റെ ഒരു വിലയിരുത്തലിനെ താങ്കൾ എങ്ങനെ കാണുന്നു? കാരണം ഇന്നും ഇപ്പോൾ പത്ര റിപ്പോർട്ടുകളൊക്കെ കാണുമ്പോൾ ഓരോരുത്തർക്കും ഉണ്ടായിട്ടുള്ള ദുരനുഭവങ്ങളെക്കുറിച്ചുള്ള വളരെ വിശദമായ ലേഖനങ്ങളൊക്കെ നമ്മൾ കാണുന്നുണ്ട്. മാത്രമല്ല ഈ 335 ഡോക്ടർമാർ ഇപ്പോഴും അവിടെ അനധികൃതമായ അവധിയിൽ നിൽക്കുന്നു. മെഡിക്കൽ കോളേജ് ആശുപത്രികളിലെ ചികിത്സാ ഉപകരണങ്ങളിലെ 1/3 പോലും പ്രവർത്തനക്ഷമമല്ല എന്നൊരു റിപ്പോർട്ട് കടക്കുന്നു. അതിലെ അറ്റകുറ്റപ്പണികൾ നടക്കുന്നില്ല, അതിൻ്റെ കൺസ്യൂമബിൾസ്, അതിൻ്റെ അനുബന്ധ ഘടകങ്ങൾ അത് മാറ്റുന്നില്ല. അങ്ങനെ വലിയ വില കൂടിയ മെഷീനുകൾ വാങ്ങി വെക്കുകയും എന്നാൽ അത് പ്രവർത്തിക്കാൻ ആവശ്യമായ അതിൻ്റെ കൺസ്യൂമബിൾസ് അത് പ്രവർത്തിക്കാതിരിക്കുകയും അതിൻ്റെ പണം രോഗികളിൽ നിന്ന് ഈടാക്കുന്നത് അടക്കമുള്ള
പ്രശ്നങ്ങൾ അവിടെ നിലനിൽക്കുന്നുണ്ട്. പക്ഷേ മുഖ്യമന്ത്രി പറഞ്ഞത് കാര്യങ്ങളൊക്കെ നല്ല ഭംഗിയായി പോകുന്നുണ്ട്, ചിലപ്പോൾ ഉപകരണങ്ങളുടെ തകരാറോ മരുന്ന് കിട്ടാതിരിക്കുകയോ ചെയ്യുന്നത് സ്വാഭാവികമായി സാധാരണ നിലയിൽ സംഭവിക്കുന്നതാണെന്നാണ്. അപ്പോൾ എങ്ങനെയാണ് താങ്കൾ ഇതിനെ കാണുന്നത്? പ്രൊവിഷൻ കാര്യങ്ങൾ നന്നായിട്ട് എല്ലാം നടക്കുന്നുണ്ട് എന്ന് അദ്ദേഹം പറയുമല്ലോ. പക്ഷേ അദ്ദേഹത്തിന് അസുഖം വന്ന അമേരിക്കയിലാണ് പോകുന്നത്. ഞാൻ കൂടുതൽ പറയുന്നില്ല അതിനെക്കുറിച്ച്. ഇപ്പോൾ ഡോക്ടർ അരവിന്ദ് പറഞ്ഞ ഒരു കാര്യം, അതിനോടുള്ള ഒരു കാര്യം, അതുപോലെ ഡോക്ടർ രാമൻകുട്ടിയും ഇവർ പറഞ്ഞ കാര്യം എന്ന് പറയുന്നത് വളരെ പ്രസക്തമായ കാര്യങ്ങളാണ്. ഇപ്പോൾ ഇതിനകത്തൊരു ചട്ടലംഘനം ഉണ്ടെന്നിരിക്കട്ടെ, ഇല്ലെന്ന് പറയാൻ പറ്റത്തില്ല. കാരണം കോൺടാക്ട് റൂൾസ് അനുസരിച്ച് ഒരു ഇൻ്റർവ്യൂ കൊടുക്കാനോ അത് അപ്പോൾ ടി വിയിലൂടെ ആണെങ്കിലോ മാധ്യമങ്ങളിലൂടെ ആണെങ്കിലോ ഒക്കെ എന്തെങ്കിലും നടത്തണമെങ്കിൽ അതിന് പെർമിഷൻ വാങ്ങിക്കേണ്ടതായിട്ടുണ്ട്. അങ്ങനെ ഉണ്ട്. പക്ഷേ ഇവിടുത്തെ കാര്യം എന്ന് പറയുന്ന ഒരല്പം പ്രത്യേകതയുള്ള ഒരു കാര്യമാണ്. അദ്ദേഹം ഫേസ്ബുക്കിലൂടെ അദ്ദേഹത്തിൻ്റെ ഇന്നബിലിറ്റി പുറത്ത് പറയാൻ അങ്ങ് ബാധ്യസ്ഥനായി പോയി. അതിൻ്റെ കാരണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇപ്പോൾ ഡോക്ടർ അരവിന്ദിനൊക്കെ പെട്ടെന്ന് അറിയാവുന്ന ഒരു കാര്യമായിരിക്കും. ഇപ്പോൾ ഞാൻ പറയട്ടെ, ഇപ്പോൾ അവിടെ ഏതെങ്കിലും ഒരു വലിയൊരു മെഷീൻ, ഇപ്പോൾ MRI മെഷീൻ തന്നെ പ്രവർത്തിക്കുന്നില്ല, അല്ലെങ്കിൽ ഇതുപോലെ ആളുകൾക്ക് അവിടെ സമയത്ത് ഇത് ചെയ്തു കൊടുക്കാൻ പറ്റുന്നില്ല. ഈ ഡോക്ടർ നിർബന്ധിതനാവും അവർക്ക് എഴുതി കൊടുക്കാൻ പ്രിസ്ക്രിപ്ഷൻ, നിങ്ങൾ പുറത്ത് പോയി ചെയ്തുകൊണ്ട് പോവാ എന്നാലേ പറ്റുള്ളൂ. ഇത് എടുക്കുമ്പോൾ ഈ രോഗികളുടെ കാഴ്ചപ്പാട് എന്താണെന്നറിയോ അവർ പറയുന്നത്? ഇത് ഡോക്ടർ കാശും മാച്ചോ കൈക്കൂലി മാച്ചുകൊണ്ട് ചെയ്യുന്ന പണിയാണ് എന്ന് അവർ തെറ്റിദ്ധരിക്കും. അവരെ കുറ്റമല്ല, ജനങ്ങൾ അങ്ങനെയാണ്. ഇപ്പോൾ ഈ എക്യുപ്മെൻറ്റ്സ് ഒക്കെ വാങ്ങിക്കാൻ പറഞ്ഞു കഴിഞ്ഞാൽ അതുപോലും വാങ്ങിക്കേണ്ടതായിട്ട് വരുമ്പോൾ പറയും, കണ്ടോ അത് നമ്മുടെ കയ്യിൽ നിന്ന് കാശ് വാങ്ങാനുള്ള ഒരു മാർഗ്ഗമാണ്, കമ്പനി ഇത് പണവുമായി. ഇതേപോലുള്ള പേര് ദോഷം അനാവശ്യമായിട്ട് ഈ ഡോക്ടേഴ്സ് കേൾക്കേണ്ടതായിട്ട് വരും. ഇപ്പോൾ CT സ്കാൻ അതുപോലൊക്കെയുള്ള കാര്യങ്ങളൊക്കെ മെഡിക്കൽ കോളേജിൽ നടക്കുന്നില്ലെങ്കിൽ അതിന് 1 മാസം കാത്തിരിക്കണമെങ്കിൽ എന്തിനാണ് ഈ സ്ഥാപനം? എന്നിട്ടാണോ ഇത് ഏറ്റവും നല്ല രീതിയിൽ പ്രവർത്തിക്കുന്നു പറയുന്നത്? നല്ല രീതിയിൽ പ്രവർത്തിക്കുന്നതുകൊണ്ടായിരിക്കും ആളുകൾ പലരും പണമുള്ളവനെല്ലാം പ്രൈവറ്റ് ഹോസ്പിറ്റലിൽ പോകുന്നത്. അപ്പോൾ അത് നമ്മൾ മനസ്സിലാക്കണം. അപ്പോൾ ഇത് പാവങ്ങൾക്കും സാധാരണക്കാർക്കും വേണ്ടിയുള്ള ഒരു കാര്യമാണ്. അത് കണ്ട് മനന്തൊന്നാണ് ഡോക്ടർ ഹാരിസ്, ഒരു ഡോക്ടർ, അദ്ദേഹം പറഞ്ഞുപോയി. കാരണം ആ ധാർമ്മിക രോക്ഷമാണത്. അത് ഉണ്ടാവുന്നതിന് ഒരു തെറ്റും പറയാൻ പറ്റത്തില്ല. പിന്നെ ഞാൻ പറഞ്ഞില്ല, ഈ ചട്ടലംഘനം നമ്മൾ പറഞ്ഞാൽ നോക്കോളൂ, ജഡ്ജസിനെ സംബന്ധിച്ചിടത്തോളം ജഡ്ജ് ഒരു ഇൻ്റർവ്യൂവും കൊടുക്കാൻ പാടില്ല, അതായത് ജഡ്ജായിട്ടിരിക്കുന്ന സമയത്ത്. പക്ഷേ നമ്മുടെ സുപ്രീം കോടതിയിലെ 4 ജഡ്ജിമാർ കോടതി സമയത്ത് കോടതി മുടക്കി വെളിയിലിറങ്ങി ഇരുന്നിട്ട് മാധ്യമങ്ങളെല്ലാം വിളിച്ചു കൂട്ടി പത്രസമ്മേളനം നടത്തില്ലേ? അതിനെന്തോ നടപടിയെടുത്തു അവരുടെ പേരിൽ? പിന്നാണോ ഈ പാവപ്പെട്ട ഡോക്ടറുടെ പേര് നടപടിയെടുക്കുന്നത്? അതൊക്കെ തെറ്റാണ്. പോരെങ്കിൽ ഡോക്ടറുടെ ഒരു ലാഭത്തിനും വേണ്ടിയോ പ്രശസ്തിക്ക് വേണ്ടിയോ അദ്ദേഹം പറഞ്ഞ കാര്യമല്ല. ജനങ്ങളുടെ ബുദ്ധിമുട്ടിലേക്ക് അദ്ദേഹം വിരൽ ചൂണ്ടുന്ന കാര്യങ്ങൾ പറഞ്ഞതാണ്. പറഞ്ഞ് ജനങ്ങളെ അത് ബോധവൽക്കരിച്ചു. എന്തായാലും അതുകൊണ്ട് ആ കാര്യം നടന്നല്ലോ. മാത്രമല്ല, അവിടെ സിസ്റ്റമിൻ്റെ ഫെയിലിയറാണ് എന്ന് ഒരു അഡ്മിഷൻ വരെ മന്ത്രിയുടെ കയ്യിൽ നിന്ന് വന്നു. അവിടെ ശരിയായ അലോട്ട്മെൻറ്റ് ഇല്ല. ഇവിടെ ധനകാര്യ വകുപ്പ് മന്ത്രി എല്ലാം പറയും, എല്ലാം കറക്റ്റാണെന്ന് പറയും, എല്ലാം കറക്റ്റ്. ഇപ്പം എന്താ പറയാൻ തുടങ്ങിയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കുറച്ച് അലോട്ട്മെൻറ്റൊക്കെ കിട്ടിയത് കൊണ്ടാണ് പറഞ്ഞു തുടങ്ങിയത്. അതുവരെ ട്രഷറി ശൂന്യമായിരുന്നു. ഈ അലോട്ട്മെൻ്റ് ഒന്നും കോളേജിനൊന്നും, അവിടെ നിന്നും മെഡിക്കൽ കോളേജിനൊന്നും കിട്ടുന്നില്ല. ആരോഗ്യ രംഗത്തിന് കിട്ടുന്നതെന്ന് പറയുന്നത് ഏതാണ്ട് ആരോഗ്യ മേഖലയിലുള്ളത് ഏതാണ്ട് പകുതി, അതായത് ബജറ്റ് അലോക്കേഷൻ്റെ പോലും പകുതിയാണ്. ആ പകുതി താഴെ അതേ കൊടുത്തിട്ടുള്ളൂ എന്നാണ് മനസ്സിലാക്കുന്നത്. ഞാൻ മാധ്യമങ്ങളിൽ നിന്ന് കണ്ടതാണ്, നേരിട്ട് എനിക്കറിവില്ല. പക്ഷേ ഇവർ പറയും എല്ലാം ഉണ്ട്. അതുപോലെ തന്നെ ഡോക്ടർമാരെ അവധിയെടുത്ത് പോയേക്കുന്നതിൻ്റെ കാര്യം ഗോപീഷൻ പറഞ്ഞല്ലോ. ശ്രീ ഗോപീഷൻ, അത് നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. അതായത് പ്രതിബദ്ധതയുള്ള ഡോക്ടേഴ്സ് ആണെങ്കിൽ അവരിവിടെ വർക്ക് ചെയ്യും. ഇല്ലെങ്കിൽ എന്തിനെന്നറിയോ, ഈ രോഗികളുടെ ചീത്ത വിളി ഞാനെന്തിനു കേൾക്കണം? എന്നെ മേലധികാരികളുടെ കണ്ണിൽ കരടാവേണ്ട കാര്യം എനിക്കെന്താണ്? എനിക്ക് വെളിയിൽ പോയാൽ ജോലി ചെയ്യാമല്ലോ. നേരെ ഒരു 5 വർഷം ലീവിനും അപേക്ഷിച്ചിട്ട് അങ്ങ് പോകും. സമയാസമയങ്ങളിൽ അവിടുന്ന് വന്ന് ഈ പ്രൊമോഷൻ വാങ്ങിച്ചുകൊണ്ട് ലീവും എക്സ്റ്റെൻഡ് ചെയ്ത് വീണ്ടും പോകും. എന്നിട്ട് റിട്ടയർ ചെയ്ത് വന്നിരുന്ന് ഉള്ള പെൻഷനും വാങ്ങിച്ച് വീട്ടിലിരിക്കും. ഇങ്ങനെയുള്ള പരിപാടികളുണ്ട്. അപ്പോൾ ഇത് ഡോക്ടേഴ്സ് മാത്രമല്ല, ഒരുപാട് ഉദ്യോഗസ്ഥർ ചെയ്യുന്നതാണ്. ഞാൻ ഇതിനെതിരെ തന്നെ എൻ്റെ ജഡ്ജ്മെൻറ്റുകളിൽ പറയാനായിട്ടുണ്ട്. കാരണം ഇത് നല്ലൊരു കാര്യമല്ല. ഈ സമയാസമയങ്ങളിൽ വന്ന് പ്രൊമോഷനും വാങ്ങിക്കൊണ്ട് തിരിച്ച് വെളിയിൽ പോകുന്നത്. ഇവിടെ ഇരുന്ന് ജോലി ചെയ്യണം, അല്ല ഈ ജോലി വേണ്ടാന്ന് നോക്കണം, റിസൈൻ ചെയ്ത് പോകണം. അതാ വേണ്ടത്. അതിന് പകരം ഇതേപോലുള്ള പണികൾ ചെയ്യുന്ന ആളുകളുണ്ട്. അവർ ചെയ്യുന്ന എന്തുമാത്രം ദ്രോഹമാണെന്നറിയാമോ ജനങ്ങളോട്? ഈ ജനങ്ങൾക്ക് ചികിത്സ കിട്ടാനുള്ള ഒരു അവകാശം എന്ന് പറയുന്നത് നമ്മുടെ റൈറ്റ് ടു ലൈഫ്, ഭരണഘടനയിലെ ആർട്ടിക്കിൾ 21 അതിനകത്ത് പറയുന്ന റൈറ്റ് ടു ലൈഫിനകത്ത് പെടുന്നതാണ് ആരോഗ്യ സംരക്ഷണം. അത് ഗവൺമെൻറ്റിൻ്റെ ബാധ്യതയാണ് ഒരു വ്യക്തിക്ക് കൊടുക്കാൻ.
അത് പൗരന്മാർക്ക് മാത്രമല്ല നമ്മുടെ രാജ്യത്തുള്ള ഏത് വ്യക്തിക്കും കൊടുക്കണം. അത് കൊടുക്കുമ്പോൾ അതിനകത്ത് ഇതേപോലുള്ള കെടുകാര്യസ്ഥത കാണിച്ചാൽ അത് ചൂണ്ടിക്കാണിക്കാൻ പോലും ഒരു ഡോക്ടർക്ക് അവകാശമില്ലെന്ന് പറഞ്ഞാൽ നിയമങ്ങളെല്ലാം നോക്കൂത്തികളാണെന്നേ ഞാൻ പറയുള്ളൂ. അതിനകത്ത് അദ്ദേഹത്തിന് അവകാശമുണ്ട് ഈ ചൂണ്ടിക്കാണിക്കാൻ. അത് ചട്ടലംഘനം ഒന്നും ആവാനായിട്ട് നമ്മൾ കണക്കാക്കാൻ പാടില്ല. അദ്ദേഹത്തിൻ്റെ ഒരു സ്വന്തം പരിസരത്തിന് വേണ്ടി ഇത് ചെയ്തിരുന്നെങ്കിൽ ഇത് നമുക്ക് പറയാം. ഇതല്ലല്ലോ. അല്ല കമാൽ പാഷ സാർ, ഈ ഡോക്ടേഴ്സുമായി സംസാരിക്കുമ്പോൾ അവർ പറയുന്നത് പല വിഭാഗങ്ങളിൽ പല ഡിപ്പാർട്ട്മെന്റുകളിലെയും ഡോക്ടർമാർക്ക് അവർക്ക് ഇവിടെ കിട്ടുന്ന ശമ്പളം എന്ന് പറയുന്നത് വളരെ തുച്ഛമാണ്. കാരണം അവരൊരു സ്വകാര്യ ആശുപത്രിയിലേക്ക് പോയാൽ, സ്വകാര്യ പ്രാക്ടീസിങ്ങിന് പോയാൽ കിട്ടുന്നതിൻ്റെ 2/1 3/1 ശമ്പളമാണ് അവർക്ക് ഇവിടെ കിട്ടുന്നത്. മാത്രമല്ല ശമ്പള പരിഷ്കരണത്തിന്റെ ഭാഗമായി 2016 ജനുവരി മുതൽ 2020 സെപ്റ്റംബർ 30 വരെ കുടിശ്ശിക ഇനത്തിൽ 400 കോടി രൂപ സർക്കാർ കൊടുക്കാനുണ്ട്. പിന്നെ മരുന്ന് വാങ്ങിയ കമ്പനികൾക്ക് കൊടുക്കാനുള്ള തുക, അതിൻ്റെ കുടിശ്ശിക എന്ന് പറഞ്ഞത് 600 കോടി കഴിഞ്ഞിട്ടുണ്ട്. ഇനി ഇതിലും വലിയ രസം, DMEയുടെ കയ്യിൽ, ഡയറക്ടറേറ്റിൻ്റെ കയ്യിൽ ഈ എത്ര ഉപകരണങ്ങൾ മെഡിക്കൽ കോളേജിൽ ഉണ്ട് എന്നത് സംബന്ധിച്ച് കൃത്യമായ കണക്കുകളില്ല എന്നാണ് ഇപ്പോൾ പുറത്തു വരുന്ന വിവരം. അതിനും പുറമെ വാങ്ങി വെച്ചിരിക്കുന്ന ഈ വലിയ യന്ത്രങ്ങൾ, ഉപകരണങ്ങൾ, ആ ഉപകരണങ്ങളോട് ചേർന്നുള്ള അനുബന്ധ അത് പ്രവർത്തിക്കാൻ ആവശ്യമായ കാര്യങ്ങൾ അത് വാങ്ങിയിട്ടില്ല. അത് ഒരു എക്സ്റേ മെഷീൻ വാങ്ങിക്കഴിഞ്ഞാൽ അതിൽ പിന്നെ വേണ്ട കാര്യം രോഗിയുടെ കയ്യിൽ നിന്ന് പൈസ കൊടുത്ത് രോഗിയെ കൊണ്ട് അത് വാങ്ങിയിട്ടാണ് അവർ അയാളുടെ ഒരു എക്സ്റേ എടുത്തു കൊടുക്കുന്നത്, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ഉപകരണം പ്രവർത്തിച്ച് അത് നടത്തി കൊടുക്കുന്നത്. അപ്പോൾ ഇതൊക്കെയല്ലേ ആദ്യം പരിഹരിക്കേണ്ടത് സർക്കാർ? ഇതൊക്കെയല്ലേ ഒരു വകുപ്പ് ആദ്യം തിരുത്തേണ്ടത്? അപ്പോൾ സിസ്റ്റത്തിന്റെ ഫെയിലിയർ എന്ന് പറയുന്നത് വകുപ്പിന്റെ കെടുകാര്യസ്ഥത എന്ന നിലയിൽ നമ്മൾ മനസ്സിലാക്കേണ്ടി വരുമോ? അതെ, അത് വ്യത്യാസം ഒന്നും സംശയമൊന്നുമില്ല. അത് തന്നെയാണ് വകുപ്പിൻ്റെ കെടുകാര്യസ്ഥത തന്നെയാണത്. നോക്കണം. പക്ഷേ അതിനൊന്നും ഇവിടെ സമയമില്ലല്ലോ. വേറെ കാര്യങ്ങൾക്കല്ലേ ഇവിടെ സമയമുള്ളത്. ഇവർക്കിതൊന്നും നോക്കാനുള്ള സമയമില്ല. ഇവർക്ക് പൈസ എടുക്കുക, എന്നിട്ട് പറയുക ഇനി അടുത്ത ഇലക്ഷൻ വോട്ട് പിടിക്കുന്നതിനെ കുറിച്ചാണ് ഇപ്പോൾ ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത്. അല്ലാതെ ഇവിടുത്തെ കാര്യങ്ങളൊന്നും അല്ല. അത് കാരണം ഏതെങ്കിലും യന്ത്രം കേടായി അതവിടെ കിടക്കും. അതൊക്കെ സർക്കാർ ആശുപത്രി പോകുന്ന അങ്ങനെ പോയാൽ മതി, വെറുതെ അല്ലേ ചെയ്തു കൊടുക്കുന്നത് എന്നുള്ളൊരു ധാരണ ഇവർക്കുണ്ട്. പക്ഷേ ഈ വെറുതെ ചെയ്തു കൊടുക്കുന്നത് വാങ്ങാൻ നിൽക്കുന്നവരുണ്ടല്ലോ, പട്ടിണി പാവങ്ങൾ, അവരാ വോട്ട് കൊടുക്കുന്നതെന്നുള്ളത് ഇവർ തിരിച്ചറിയണം. അത് തിരിച്ചറിയുന്നില്ല. അതാണ് ഇവരുടെ പ്രശ്നം. ഇത് ഈ ട്രിവാൻഡ്രം മെഡിക്കൽ കോളേജ് എന്നല്ല, ഇപ്പോൾ കോഴിക്കോട് മെഡിക്കൽ കോളേജിലാണെങ്കിൽ ആ ഒരു അപകടം നടന്നതിന് ശേഷം ഇപ്പോൾ എത്ര നാളായി? 2 വർഷം, എത്ര 6 മാസം, എത്ര 2 വർഷം ഏതാണ്ടായി. ഇത് 6 മാസം. ഇത് കഴിഞ്ഞിട്ട് ഇന്ന് വരെ അല്ല 2.5 മാസം, ഇന്ന് വരെ അവിടെ വീണ്ടും തുറന്ന് അവിടെ പ്രവർത്തനം ആരംഭിച്ചിട്ടില്ല. ഭയങ്കര തിരക്കുള്ള ആശുപത്രിയാണ്. അതേപോലുള്ള എത്ര ഹോസ്പിറ്റൽ, ഇന്നലെ പത്തനംതിട്ട ജില്ലാ ആശുപത്രിയിലുണ്ടായ ഒരു സംഭവം, അത് തന്നെ നമ്മൾ നോക്കേണ്ടതാണ്. ഇതുപോലുള്ള ഒരുപാട് എല്ലാ സ്ഥലങ്ങളിലും ബുദ്ധിമുട്ടാണ്. അത് നന്നായിട്ട് അത് നോക്കിയാലേ പറ്റൂ. അതിനൊക്കെയാണ് ഈ മന്ത്രിമാരെ നമ്മൾ ഇരുത്തിയേക്കുന്നതും അവർക്ക് ശമ്പളം കൊടുക്കുന്നതും. അവരതൊക്കെ നോക്കി നടത്തണം. കമാൽ പാഷ സാർ, ഏതായാലും കോഴിക്കോട്ടെ മെഡിക്കൽ കോളേജിന്റെ കാര്യം ഈ ചർച്ചയിൽ പറഞ്ഞ നന്നായി. അതായത് താങ്കൾ പറഞ്ഞത് തീപിടുത്തത്തിൽ കത്തി നശിച്ചതാണ് അവിടുത്തെ കാഷ്വാലിറ്റി ബ്ലോക്ക്. അത് ഇതുവരെ പുനർനിർമ്മിച്ചിട്ടില്ല. അത് അതിനോട് തൊട്ടു ചേർന്നുള്ള പഴയ കാഷ്വാലിറ്റിയിൽ അവിടെ കൊള്ളാവുന്നതിനേക്കാൾ ഇരട്ടി രോഗികൾ അവിടെ പ്രവേശിപ്പിച്ചിട്ടുമുണ്ട്. എല്ലാം ഭദ്രമാണെന്നും എല്ലാം വൃത്തിയായി നടക്കുന്നുണ്ട്. ഈ ഡോക്ടർ പറഞ്ഞത് മാത്രമാണ് കുഴപ്പം എന്നൊക്കെ പറയുന്നവർക്കുള്ള മറുപടി കൂടിയാണ് കോഴിക്കോട് മെഡിക്കൽ കോളേജിലെ ഈ അവസ്ഥ. അവിടെ ശസ്ത്രക്രിയയ്ക്ക് തീയതി വൈകിയതുമായി ബന്ധപ്പെട്ട് ചില രോഗികൾ ചില പ്രതികരണങ്ങൾ നൽകിയിട്ടുണ്ട്. നമുക്കതൊന്ന് കണ്ടുവരാം. അച്ഛനെ ഇന്നലെ പുലർച്ചെ 5 മണിക്ക് അങ്ങനെ പത്രം ഇടാറുണ്ട്. പത്രം ഇടുന്ന ടൈമിന് റോഡിലൂടെ നടക്കുമ്പോൾ ഒരു വണ്ടി വന്ന് അടിക്കുമായിരുന്നു. അപ്പോൾ സർജറി ഡിലേ ആകുന്നതുകൊണ്ട് മൂപ്പർ വേദന അനുഭവിക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ വേറെ ഹോസ്പിറ്റലിലേക്ക് മാറ്റുകയാണ്. നാളെ എന്നാണ് പറയുന്നത്. ഇന്ന് ചോദിച്ചപ്പോൾ പിന്നെ അനസ്തേഷ്യ ഡോക്ടർക്ക് റെഫർ ചെയ്തു. അവരോട് ചോദിച്ചപ്പോൾ പറയുന്നത് നാളെ ഡേറ്റ് കിട്ടും, ഇല്ലെങ്കിൽ ഡേറ്റ് കിട്ടുകയുള്ളൂ, അത് നാളെ ആവില്ല മറ്റന്നാളാവില്ല എന്നാണ് പറഞ്ഞത്. ഡോക്ടർ വി രാമൻകുട്ടി, ഇത് ഇപ്പോഴീ ഡോക്ടർ ഹാരിസിനെതിരെ പരസ്യമായി രംഗത്ത് വന്നത് അവിടെ നിൽക്കട്ടെ, അതിന് പുറമെ വേറൊരു അവകാശവാദം ഇതിന് പിന്നിലുണ്ട്. അതായത് എല്ലാം ഭംഗിയായി പോകുന്ന കേരളത്തിൻ്റെ ആരോഗ്യ മാതൃക, അതിൻ്റെ ഭാഗമായി നന്നായി പ്രവർത്തിക്കുന്ന ആശുപത്രികൾ, അവിടെ വല്ലപ്പോഴും 1-2 ചില പിഴവുകൾ, അതിൻ്റെ പേരിൽ ഇതിനെ മോശമായി ചിത്രീകരിക്കാൻ നടത്തുന്ന ശ്രമങ്ങൾ, ഇത്തരം അവകാശവാദങ്ങളൊക്കെ എത്രത്തോളം നിലനിൽക്കും? അതൊരു പ്രധാനപ്പെട്ട കാര്യമാണല്ലോ. അത് പ്രശ്നമുണ്ടെന്നും ആ പ്രശ്നം നമ്മുടെ മുന്നിൽ വലിയ ഗുരുതരമാണ് എന്നും അംഗീകരിച്ചാലല്ലേ പ്രതിവിധിയെക്കുറിച്ചുള്ള ആലോചനകൾ തന്നെ ഉണ്ടാകും. ഡോക്ടർ വി രാമൻകുട്ടി. തീർച്ചയായിട്ടും പ്രശ്നം അംഗീകരിച്ചാലേ നമ്മൾ സൊല്യൂഷനെ കുറിച്ച് ചിന്തിക്കുകയുള്ളൂ. അതാണ് പ്രശ്നം. ഇപ്പോൾ നമ്മളെന്താണെന്ന് വെച്ചാൽ, ഇപ്പോൾ നമ്മളിപ്പോൾ എപ്പോഴും നമ്പർ വൺ എന്ന് പറയുന്നുണ്ട്. അത്
മറ്റ് സംസ്ഥാനങ്ങളുമായിട്ട് താരതമ്യം ചെയ്യുമ്പോഴാണ് പലപ്പോഴും സ്റ്റാറ്റിസ്റ്റിക്സിൽ നമ്മൾ ഇപ്പോഴും മുന്നിലാണ്, അതിൽ തർക്കമൊന്നുമില്ല. പക്ഷേ അത് എൻ്റെ അഭിപ്രായത്തിൽ അത് മറ്റ് സംസ്ഥാനങ്ങളുടെ ദയനീയാവസ്ഥയാണ് അത് കൂടുതൽ സൂചിപ്പിക്കുന്നത്. അതായത് ഏറ്റവും മുമ്പിൽ നിൽക്കുന്ന നമ്മുടെ സ്ഥിതി ഇതെന്താണെന്ന് നമുക്കറിയാം. അപ്പോൾ അത് ആ രീതിയിൽ കാണണം. അപ്പോൾ ഈ മരണനിരക്ക് കുറയ്ക്കുന്നതും ഒക്കെ ശരി തന്നെ, അതൊക്കെ നല്ല കാര്യങ്ങൾ തന്നെ. അത് മെയിൻറ്റെയിൻ ചെയ്ത് പോകേണ്ടതിൻ്റെ ആവശ്യകത നമ്മൾ അംഗീകരിക്കുന്നു. പക്ഷേ അതേ സമയത്ത് ഈ സർവീസ് പ്രൊവിഷനിൽ വരുന്ന പാളിച്ചകൾ ഒരുപാടുണ്ട്. അതിനെക്കുറിച്ച് ഇന്നും ഇന്നലെയൊന്നും അല്ല, ഒരുപാട് ഇപ്പോൾ ഈ ഗവൺമെൻറ്റിൻ്റെ ഒരു പ്രശ്നം എന്താണെന്ന് പറഞ്ഞാൽ നമ്മൾ എന്തൊരു പോയിൻ്റ് ഉന്നയിച്ചാലും അത് ഈ സർക്കാരിനെ കുറിച്ച് പറയുന്നതാണ് എന്നുള്ള രീതിയിലാണ് ഒരു രാഷ്ട്രീയമായിട്ടുള്ള ഒരു പ്രതികരണമാണ് വരുന്നത്. അത് ഏത് സർക്കാരാണെങ്കിലും അങ്ങനെ പറയുമായിരിക്കും. പക്ഷേ എന്നെപ്പോലെയുള്ള ഒരു പ്രൊഫഷണലായിട്ട് ഇതിനെ കാണുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം ഇത് കുറേ കാലമായിട്ടുള്ള ഒരു പ്രശ്നമാണ്. ഞാൻ 2000-ലാണ് ഒരു ഹിസ്റ്റോറിക്കൽ ഡെവലപ്മെൻറ്റ് ഓഫ് ഹെൽത്ത് സർവീസസ് എന്ന് പറയുന്ന രീതിയിൽ ഒരു ഇൻ്റർനാഷണൽ ജേർണലിൽ ഞാൻ എഴുതിയൊരു പേപ്പർ പബ്ലിഷ് ചെയ്തു. ഒരുപാട് പേര് സൈറ്റ് ചെയ്തിട്ടുള്ളൊരു പേപ്പറാണ്. അതായത് കേരള സംസ്ഥാനം ഉണ്ടായ കാലം മുതലുള്ള നമ്മുടെ ഹെൽത്ത് സർവീസിൻ്റെ പ്രോഗ്രസ്സും അതുവരെയുള്ള 2000 വരെയുള്ള പ്രൈവറ്റ് സെക്ടറിൻ്റെ വളർച്ചയും എല്ലാം അതിൽ ക്യാപ്ചർ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഞാൻ അന്ന് തന്നെ ഇതിൻ്റെ ബീജാവാപം പല പ്രശ്നങ്ങളുടെയും അതായത് ചൂണ്ടിക്കാണിച്ചിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ അന്ന് മുതലേ ഉള്ള പ്രശ്നങ്ങൾ, അതിനുശേഷം പല കമ്മീഷൻ വന്നിട്ടുണ്ട്. യൂറോപ്യൻ കമ്മീഷൻ്റെ ഈ ഹെൽത്ത് സെക്ടർ റിഫോംസിന് വേണ്ടി വന്നു. വേൾഡ് ബാങ്കിൻ്റെ പല പ്രോജക്റ്റുകൾ വന്നു. ഇപ്പോഴും വേൾഡ് ബാങ്കിൻ്റെ പൈസ നമുക്ക് കിട്ടുന്നുണ്ട് പല പ്രോജക്റ്റിനും. ഇപ്പോൾ ഈ ഡാറ്റ എല്ലാം ഇലക്ട്രോണിക് ആക്കാൻ വേണ്ടി അവർ കുറേ പൈസ കൊടുത്ത് ഒരുപാട് കാലമായിട്ട് അതിനുള്ള സഹായങ്ങൾ കിട്ടുന്നുണ്ട്. പക്ഷേ ഇപ്പോഴും ഡാറ്റ മുഴുവൻ അത് ശരിയാക്കി ചെയ്യാനായിട്ട് നമുക്ക് കഴിഞ്ഞിട്ടില്ല. അപ്പോൾ ഞാൻ ഒരു ആളെ കുറ്റം പറയുകയല്ല, നമ്മളെ കൊണ്ട് അത് കഴിഞ്ഞിട്ടില്ല. എന്തുകൊണ്ടാണ് കഴിയാത്തതെന്ന് ചോദിച്ചാൽ എനിക്ക് അറിഞ്ഞുകൂടാ. അതുപോലെ പല റിഫോംസ്, ഇപ്പോൾ പിന്നെ യൂറോപ്യൻ കമ്മീഷൻ കഴിഞ്ഞ മുന്നേ ഞാനും കൂടെയൊക്കെ ഉൾപ്പെട്ടിരുന്ന ADBയുടെ ഒരു ലോൺ വന്നു. അന്ന് ഹെൽത്ത് സെക്ടർ റിഫോംസ് എന്ന് പറഞ്ഞ് ഒരുപാട് റിഫോമുകൾ സജസ്റ്റ് ചെയ്തായിരുന്നു. അന്ന് ഇന്നത്തെ നമ്മുടെ ചീഫ് സെക്രട്ടറി ആയിരുന്ന, ഇപ്പോൾ മുഖ്യമന്ത്രിയുടെ സെക്രട്ടറി ആയിരിക്കുന്ന ഡോക്ടർ KM അബ്രഹാമാണ് അതിന് നേതൃത്വം കൊടുത്തത്. അദ്ദേഹം വളരെ പ്രഗത്ഭനായ ഉദ്യോഗസ്ഥനാണ്. ഞങ്ങളുടെ ഒരു ടീമുണ്ടായിരുന്നു. പക്ഷെ അന്ന് അദ്ദേഹം AK ആൻ്റണി ഗവൺമെൻറ്റിൻ്റെ ആ ഒരു സമയത്താണ് ഇത് ചെയ്തിരുന്നത്. അതുകൊണ്ട് അദ്ദേഹത്തിനെ പലർക്കും രാഷ്ട്രീയമായിട്ട് ഇഷ്ടമല്ലായിരുന്നു. പക്ഷെ ഇപ്പോൾ തിരിച്ച് അദ്ദേഹം ഫേവറബിളായിട്ട് വന്നിട്ടുണ്ട്. അത് രാഷ്ട്രീയമാണ്. പക്ഷെ അന്നൊന്നും പറഞ്ഞ കാര്യങ്ങളൊന്നും നടന്നിട്ടില്ല. ഇതിങ്ങനെയെല്ലാം ഒരുപാട് പേപ്പറിൽ എഴുതി റിപ്പോർട്ടുകളായിട്ട് എവിടെയെങ്കിലും കിടക്കുന്നുണ്ടായിരിക്കുന്നതാണ് എനിക്ക് തോന്നുന്നത്. അപ്പോൾ അങ്ങനെ കാര്യമായിട്ടുള്ള ഒരു റിഫോം നമ്മുടെ മേജർ ഇപ്പോൾ എന്നോട് ചോദിച്ചാൽ ഹെൽത്ത് സെക്ടറിനെ കുറിച്ച് പഠിക്കുന്ന ഒരാളെന്ന് പറഞ്ഞ രീതിയിൽ ഞാൻ പറയുകയാണെങ്കിൽ കേരളത്തിൽ നടന്ന ഏറ്റവും പ്രധാനമായ സ്ട്രക്ചറൽ റിഫോം, ഒരു പ്രധാനപ്പെട്ട സ്ട്രക്ചറൽ റിഫോം ഹെൽത്ത് സെക്ടറിൽ നടന്നത് 1996-ലെ വികേന്ദ്രീകരണമാണ്. അപ്പോൾ അത് എനിക്ക് അതിനുശേഷം കാര്യമായ സ്ട്രക്ചറൽ ചേഞ്ചസും അത് തന്നെ മുഴുവനാക്കിയിട്ടില്ല. പക്ഷേ അതുകൊണ്ട് ഒരു കാര്യം വന്നു, പ്രൈമറി ഹെൽത്ത് സെൻറ്റർ ലെവലിലൊക്കെ ഒരുപാട് ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്പ് ചെയ്യാനൊക്കെ പഞ്ചായത്തുകൾക്ക് സാധിക്കുന്ന എനിക്ക് തോന്നുന്നു ചിലപ്പോൾ ഒരു ചെറിയ ഹോസ്പിറ്റലിലാണെങ്കിൽ ഇത് സംഭവിക്കില്ല. കാരണം അവിടെ പഞ്ചായത്ത് പ്രസിഡൻറ്റും എല്ലാവരും കൂടെ എങ്ങനെയെങ്കിലുമൊക്കെ ആ പ്രോബ്ലം സോൾവ് ചെയ്ത് പോകും. പക്ഷേ അങ്ങനെ ഒരു സംവിധാനം മെഡിക്കൽ കോളേജിലേക്ക് എക്സ്റ്റെൻഡ് ചെയ്യാൻ നമുക്ക് പറ്റുന്നില്ല. അതിന് പല സജഷൻസും കൊടുത്തിട്ടുണ്ട്. പല രീതിയിൽ ഇപ്പം ഹെൽത്ത് സെക്രട്ടറി ആയിരുന്ന പ്രധാനപ്പെട്ട വളരെ പ്രഗത്ഭനായിരുന്ന ഹെൽത്ത് സെക്രട്ടറിമാരിരുന്നപ്പോൾ തന്നെ തിരുവനന്തപുരം മെഡിക്കൽ കോളേജിനും കോഴിക്കോട് മെഡിക്കൽ കോളേജിനും ഒക്കെ കുറേ കൂടി ഓട്ടോണമി കൊടുക്കണം എന്നുള്ള സജഷൻസ് കൊടുത്തിട്ടുണ്ട്. പക്ഷെ അതൊന്നും തന്നെ അത് നടപ്പിൽ വരുന്നില്ല. നടപ്പിൽ വരാത്തതിൻ്റെ പ്രധാന കാരണം എൻ്റെ അഭിപ്രായത്തിൽ, ഇത് വ്യക്തിപരമായ അഭിപ്രായമാണ്, രാഷ്ട്രീയ ഇടപെടലിനേക്കാളും കൂടുതൽ ഒരു ഉദ്യോഗസ്ഥ തലത്തിലുള്ള അതിനോടുള്ള എതിർപ്പാണ്. കാരണം ഇപ്പോൾ ഒരുപാട് ഈ മിഡിൽ ലെവലായിട്ടുള്ള ഒരുപാട് ഉദ്യോഗസ്ഥന്മാർക്ക് ഒരുപാട് കാര്യങ്ങൾ കൺട്രോൾ ചെയ്യാൻ പറ്റുന്ന ഒരവസ്ഥയാണ് ഇപ്പോൾ കേരളത്തിലുള്ളത്. എല്ലാ സംസ്ഥാനത്തും അങ്ങനെയാണോ എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. അപ്പോൾ അതുകൊണ്ട് ആ ഒരു കൺട്രോൾ വിട്ടുകൊടുക്കാൻ അവർക്ക് ഇഷ്ടമല്ല. അതുകൊണ്ടാണ് ഡോക്ടർമാർ പോലും ഭരിക്കാൻ കിട്ടുന്ന ഒരു അവസരം കിട്ടുന്നത് അവർ വിട്ടുകൊടുക്കാൻ തയ്യാറല്ല. അപ്പം രാഷ്ട്രീയക്കാരോടും അവർ ആ രീതിയിൽ അവരുടെ ചൊൽപ്പടിക്ക് അവരെ നിർത്തുന്നു എന്നാണ് എൻ്റെ വ്യക്തിപരമായ അഭിപ്രായം. അതിനെ ഇല്ലാതാക്കാൻ അത്രയും ഉള്ള ഒരു ചങ്കൂറ്റമുള്ള രാഷ്ട്രീയക്കാരും ഒരു മുന്നണിയിലും ഇന്ന് വരെ വന്നിട്ടില്ല. പിന്നെ സത്യം പറഞ്ഞാൽ ഈ ലെഫ്റ്റ് ഗവൺമെൻറ്റുകൾ വന്നേ പിന്നെ ഹെൽത്തിൽ നല്ല മന്ത്രിമാർ വന്നിട്ടുണ്ട്, അത് ഞാൻ നിഷേധിക്കുന്നില്ല മറ്റ് പല ആസ്പെക്റ്റ് നോക്കുമ്പോൾ. പക്ഷെ അവർക്ക് പോലും ഇങ്ങനെ ഒരു പുതിയ കാഴ്ചപ്പാടോടുകൂടി ഇതിനെ ഉടച്ചു വാർക്കാനുള്ള ഒരു മനസ്ഥിതി വരുന്നില്ല.
എനിക്ക് തോന്നുന്നു പലപ്പോഴും അവർ അതിനോട് വളരെ സബ്മിസീവായി, അതായത് ആ സിസ്റ്റം നടക്കുന്നു, അതിലെ ചില ആളുകളുടെ അവരെന്താണോ ഡിക്റ്റേറ്റ് ചെയ്യുന്നത് അല്ലെങ്കിൽ അവരെന്താണോ പറഞ്ഞു കൊടുക്കുന്നത് അതിനനുസൃതമായി നീങ്ങുന്നു, അത് വിശ്വസിക്കുന്നു, ആ നിലയിൽ കാര്യങ്ങൾ പോകുന്നു എന്ന് തോന്നുന്നു. ഡോക്ടർ രാമൻകുട്ടി സാർ, അതാണ് ഈ പ്രശ്നം പരിഹരിക്കപ്പെടാതെ, കാരണം പ്രശ്നം എന്താണെന്ന് മനസ്സിലാക്കുകയും അതിന് പരിഹാരം കണ്ടെത്താൻ ശ്രമിക്കുകയും ചെയ്യാതിരിക്കുന്നതിന് ഒരു കാരണം അതായിരിക്കും. പക്ഷേ അതിനൊക്കെ വില നൽകേണ്ടി വരുന്നത് നമ്മുടെ സാധാരണക്കാരായ രോഗികളാണ്. അത് ആരെങ്കിലും ഞാനൊരു കാര്യം കൂടെ പറഞ്ഞോട്ടെ, കാരണം പറഞ്ഞോളൂ സാർ. കാരണം അല്ല, അതിൽ ഒരു വശമുള്ളത് ഇപ്പോൾ ഈ ഈ ഈ ഹെൽത്ത് എന്ന് പറയുന്നത് വളരെ കോംപ്ലക്സ് ആയിട്ടുള്ള ഒരു ഫീൽഡാണ്. അത് ഇപ്പോൾ നമ്മളൊരു ഇത് എടുത്ത് നോക്കിയാൽ ഇപ്പം ഇപ്പം അമേരിക്ക എടുത്ത് നോക്കിയാൽ, UK എടുത്ത് നോക്കിയാൽ, എല്ലായിടത്തും ഹെൽത്ത് സെക്ടറിൽ ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. പക്ഷേ അവിടെ അതിനെക്കുറിച്ചൊരു ഡിബേറ്റ് നടക്കുന്നുണ്ട്, എന്ത് ചെയ്യണമെന്ന് അതിനെക്കുറിച്ച്. ഇപ്പോൾ NHS UK NHS വലിയ പ്രതിസന്ധിയിലാണ്. പക്ഷേ അവർ 2 ലീഡിങ് പാർട്ടീസും അതിനെക്കുറിച്ച് എങ്ങനെ അത് സോൾവ് ചെയ്യണം എന്നുള്ളതിനെക്കുറിച്ചുള്ള ഡിബേറ്റുകൾ നടക്കുന്നുണ്ട്. അപ്പോൾ എക്സ്പേർട്സിൻ്റെ അഭിപ്രായങ്ങൾ വരുന്നുണ്ട്. അങ്ങനെ പലതും നമുക്ക് പോഡ്കാസ്റ്റിലും ലേഖനങ്ങളിലും ഒക്കെ കാണാൻ പറ്റും. പക്ഷേ ഇവിടെ ആ രീതിയിലുള്ള ഒരു സംവാദവും ഒരു ഡയലോഗും ഒന്നുമില്ല. നമ്മളെന്തെങ്കിലും പറഞ്ഞാൽ ഉടനെ നമ്മളെ ഒരു ലേബൽ അടിച്ചൊരു സെല്ലിലിട്ട് ഇയാൾ മറ്റേ ആളാണെന്നുള്ള രീതിയിലുള്ള പ്രതികരണം അല്ലാതെ അത് പറഞ്ഞതിൻ്റെ മെറിറ്റിൽ അത് എടുക്കാൻ ആരും തയ്യാറാവുന്നില്ല. ശരി, ഞാനൊരു ചെറിയ ഇടവേള എടുക്കാം സാർ. ഇടവേളയ്ക്ക് ശേഷം തിരികെ എത്താം. ചർച്ചയിലേക്ക് വീണ്ടും ഡോക്ടർ അരവിന്ദ്, വളരെ മികച്ച രീതിയിൽ പോകുന്ന കേരളത്തിൻ്റെ ആരോഗ്യ സംവിധാനങ്ങൾ, ആരോഗ്യ രക്ഷാ സംവിധാനങ്ങളെ മോശമായി ചിത്രീകരിക്കാനുള്ള ശ്രമം എന്ന സർക്കാരിൻ്റെ ഒരു ഭാഷ്യം, അതിനെങ്ങനെയാണ് KGMCTയെ കാണുന്നത്? നിങ്ങൾ അതിനോട് യോജിക്കുന്നുണ്ടോ? നമ്മൾ ഒരിക്കലും യോജിക്കുന്നില്ല. അദ്ദേഹത്തിന് വേറെ മാർഗമില്ലാതുകൊണ്ട് പറഞ്ഞാണ്. ഇപ്പോൾ നേരത്തെ പറഞ്ഞിരുന്നു ഇവിടുത്തെ എൻട്രി കേഡർ ഡോക്ടർമാർ അവധി പോകുന്നതാണ്. അതിനുള്ള പ്രധാന കാരണം എൻട്രി കേഡറിലെ സാലറി വളരെ കുറവാണ്. അത് ഒട്ടും ആകർഷണീയമല്ല. ഒരു എൻട്രി കേഡറിൽ കിട്ടുന്നത് 2016 മുമ്പ് ജോയിൻ ചെയ്ത ഒരാൾക്ക് കിട്ടുന്നതിനേക്കാളും വളരെയധികം കുറവാണ്. അതായത് നല്ലൊരു ഡിസ്ക്രിപ്പൻസി വന്നിട്ടുണ്ട്. അതായത് ബ്രോഡ് സ്പെഷ്യാലിറ്റിയിൽ 16,000 രൂപയുടെയും സൂപ്പർ സ്പെഷ്യാലിറ്റികളിൽ 22,000 രൂപയുടെയും കുറവാണ് ഒരു പുതിയ പേ റിവിഷൻ കാരണം വന്നിട്ടുള്ളത്. അത് മാറ്റിയെടുത്താൽ തന്നെ ഒരു പരിധിവരെ കുറേ ഡോക്ടർമാർ ജോലിയിൽ പ്രവേശിക്കാനും തുടരാനും സാധ്യതയുണ്ട്. പിന്നെ രണ്ടാമത്തത്, ആവശ്യത്തിന് പോസ്റ്റുകളില്ല. അപ്പോൾ ആവശ്യത്തിന് പോസ്റ്റ് ഇല്ലാതെ വരുമ്പോൾ സംഭവിക്കുന്നത് ഉള്ളവരുടെ ജോലി ഭാരം വല്ലാണ്ട് കൂടും. പക്ഷേ അത്രയും ജോലി എടുത്തു കഴിഞ്ഞാലും ഒരു തരത്തിലുള്ള ഒരു പരിഗണനയും കിട്ടത്തില്ല. ജോലി ചെയ്യുന്നവർ കൂടുതൽ ജോലി ചെയ്തുകൊണ്ടിരിക്കുക. പക്ഷേ എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടായിക്കഴിഞ്ഞാൽ എല്ലാ കുറ്റവും അയാളുടെ തലയിൽ വയ്ക്കുക എന്നുള്ള സിറ്റുവേഷനാണ്. അതേ പ്രശ്നമാണ് ഇപ്പോൾ ഡോക്ടർ ഹാരിസ് നേരിടുന്നത്. അദ്ദേഹം വേറൊരു മാർഗവുമില്ലാതെ അദ്ദേഹം പ്രതികരിച്ചു. അദ്ദേഹം ഇപ്പോൾ അതിനെ രാഷ്ട്രീയമായി ചിലർ ഉപയോഗിക്കുന്നതുകൊണ്ട് മുഖ്യമന്ത്രി പ്രതികരിച്ചതെന്നാണ് നമ്മൾ വിശ്വസിക്കുന്നത്. പക്ഷേ എന്നാൽ തന്നെയും ഡോക്ടർ ഹാരിസിനെ ഒരു തരത്തിലും ക്രൂശിക്കുന്നതിനോട് സംഘടന യോജിക്കുന്നില്ല. ഇവിടുത്തെ ഉള്ള പ്രശ്നങ്ങൾ മാറ്റണം. അതായത് എൻട്രി കേഡർ സാലറി കൂട്ടിയാൽ തന്നെ കുറേ കൂടി ആൾക്കാർ കിട്ടും. നമുക്ക് ആവശ്യത്തിന് പോസ്റ്റുകൾ ആവശ്യമുണ്ട്. മൂന്നാമത്തെ കാര്യം, ഇവിടുത്തെ രോഗികളുടെ ബാഹുല്യമാണ്. രോഗികളുടെ എണ്ണം ഇരട്ടിയോളമായിട്ടുണ്ട്. എന്നാലും പോസ്റ്റുകൾ അതിനാവശ്യമായി കൂടിയിട്ടില്ല. നാമമാത്രമായി കഴിഞ്ഞ 2 കൊല്ലത്തിൽ കൂടിയിട്ടുണ്ട്. പക്ഷെ അത് ഒന്നിനും തികയില്ല. ഇന്ന് ഡോക്ടർ അരവിന്ദ് ഒരു പത്ര റിപ്പോർട്ട് കണ്ടത് നമ്മുടെ മെഡിക്കൽ കോളേജുകളിലെ സീറ്റുകൾ നിലനിർത്താൻ അതിന്റെ മാനദണ്ഡങ്ങൾ പാലിക്കുന്നതുമായി ബന്ധപ്പെട്ട് പിഴ ഈടാക്കിയിട്ടുണ്ട്. അങ്ങനെ പിഴ അടച്ചാണ് നമ്മൾ ഈ സീറ്റുകൾ തന്നെ നിലനിർത്തിയിരിക്കുന്നത് എന്നാണ്. ആ കാര്യമൊക്കെ നിങ്ങളുടെ ശ്രദ്ധയിലുണ്ടാകുമല്ലോ. പിന്നെ താങ്കൾ പറഞ്ഞതുപോലെ ഇങ്ങനെ അഹോരാത്രം ജോലി ചെയ്യുന്ന ഡോക്ടർമാർക്ക് അവർക്ക് കൃത്യമായ ശമ്പളം നൽകുകയും അവരെ നല്ല രീതിയിൽ അക്കോമഡേറ്റ് ചെയ്യുകയും ചെയ്യണം. അതുപോലെ തന്നെ ഗുരുതരമായ മറ്റു ചില സാഹചര്യങ്ങൾ സംബന്ധിച്ച വിവരങ്ങളും ഇന്നത്തെ പല പത്രങ്ങളിലും റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. അതിലൊന്ന്, ഈ പല ഉപകരണങ്ങളും അത് ഒരിക്കൽ മാത്രം പുനരുപയോഗ സാധ്യതയില്ലാത്ത പല വളരെ സെൻസിറ്റീവായിട്ടുള്ള പല എക്യുപ്മെൻറ്റ്സും അത് രോഗികൾ രണ്ടാമത് ഉപയോഗിക്കാൻ അവർ നിർബന്ധിതരാകുന്നു. അല്ലെങ്കിൽ ഒരു രോഗിക്ക് ഉപയോഗിച്ച സിറിഞ്ച് അടക്കമുള്ള കാര്യങ്ങൾ, അല്ലെങ്കിൽ ഇതിൻ്റെ ട്യൂബ് അടക്കമുള്ള കാര്യങ്ങൾ മറ്റൊരു രോഗിക്ക് ഉപയോഗിക്കുന്നു. ഇത്തരത്തിൽ വളരെ അപകടകരമായ രോഗികൾക്ക് അറിയാത്ത, അവരെ പറ്റിക്കുന്ന വളരെ അപകടകരമായ പല രീതികളും ഈ മെഡിക്കൽ കോളേജുകളിൽ ഉണ്ടെന്നാണ്. KGMCTയെ ഈ കാര്യങ്ങളൊക്കെ, ഇതിനെക്കുറിച്ചൊക്കെ നിങ്ങൾക്ക് അറിവുണ്ടോ? ഈ DME എന്ന് പറയുന്ന സംവിധാനം എന്താണ്, അവിടെ എങ്ങനെയാണ് പ്രവർത്തിക്കുന്നത്? ഇപ്പോൾ ഞാൻ വായിച്ച റിപ്പോർട്ടുകളിൽ ചിലത് ഡയാലിസിസ് ഫ്ലൂയിഡ്, ഡയലൈസർ ട്യൂബ്, കത്തീറ്റർ, ഇതൊക്കെ തന്നെ അവിടെ 3, 4, 5 തവണ ഉപയോഗിക്കുന്നു. അതിന് രോഗികളിൽ നിന്ന് പ്രത്യേകം പണം ഈടാക്കുന്നു എന്നൊക്കെയാണ്. അപ്പോൾ രോഗികളുടെ ചികിത്സയുമായി ബന്ധപ്പെട്ട പ്രശ്നത്തിലെ വീഴ്ച, ശുചിത്വവുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ, പിന്നെ ഈ HIV പോലെയുള്ള സാധ്യതകൾ, അതുമായി ബന്ധപ്പെട്ട് നിലനിൽക്കുന്ന ആശങ്കകൾ, ഇതൊക്കെ നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ടോ? ഇതിനൊക്കെ പരിഹാരം കാണാൻ എന്തെങ്കിലും ഇടപെടലുകൾ നടത്തിയിട്ടുണ്ടോ?
ഇത് പൂർണ്ണമായി ശരിയല്ല. കാരണം വെച്ച് കഴിഞ്ഞാൽ ഇത് നമുക്ക് പൂർണ്ണമായി വൃത്തിയാക്കി സ്റ്റെറിലൈസ് ചെയ്യാൻ പറ്റാത്ത ഒരു സാധനങ്ങളും നമ്മൾ ഉപയോഗിക്കുന്നില്ല. പക്ഷേ വളരെ വില കൂടിയ ചില കൺസ്യൂമബിൾസ് ഉണ്ട്. അത് 40,000 50,000 രൂപ വിലയുള്ള കൺസ്യൂമബിൾസ് ഉണ്ട്. പക്ഷെ അത് വൃത്തിയാക്കാൻ പറ്റുന്ന രീതിയിലുള്ളത് നമ്മൾ വളരെ നന്നായി ക്ലീൻ ചെയ്ത് സ്റ്റെറിലൈസ് ചെയ്ത് റീയൂസ് ചെയ്യാറുണ്ട്. പക്ഷേ അത് യാതൊരു തരത്തിലും രോഗിക്ക് അണുബാധ HIV HBCG വരുന്ന രീതിയിലുള്ള അതിന് സാധ്യതയുള്ള യാതൊന്നും ഉപയോഗിക്കുന്നില്ല. നമ്മൾ കഴിയുന്നതും കൺസ്യൂമബിൾസ് റീയൂസ് ചെയ്യാതിരിക്കാനാണ് നോക്കുന്നത്. ട്യൂബിങ്സ് ഒക്കെ മിക്കവാറും ഒരിക്കലും റീയൂസ് ചെയ്യാറില്ല. കാരണം വെച്ചാൽ ട്യൂബിങ്സ് വളരെ കുറച്ച് ട്യൂബിങ്സ് മാത്രമേ നമുക്ക് നല്ലവണ്ണം ശുചിയാക്കി സ്റ്റെറിലൈസ് ചെയ്ത് ഉപയോഗിക്കാൻ പറ്റത്തുള്ളൂ. അത് റീയൂസബിൾ ആയിട്ടുള്ള കുറച്ച് ട്യൂബിങ്സ് ഉണ്ട്, അത് മാത്രമേ നമ്മൾ ഉപയോഗിക്കാറുള്ളൂ. അതായത് ലാപ്രോസ്കോപ്പിയിൽ ഉപയോഗിക്കുന്ന ചില ഇൻസഫിഷ്യൻ ട്യൂബിങ്സ് അതുപോലുള്ളത് മാത്രമേ റീയൂസ് ചെയ്യാൻ പറ്റത്തുള്ളൂ. അത് മാത്രമേ നമ്മൾ റീയൂസ് ചെയ്യുന്നുള്ളൂ. അല്ലാത്തത് റീയൂസ് ചെയ്യാതിരിക്കുകയാണ് ചെയ്യുന്നത്. കാരണം വെച്ചാൽ അത് വളരെ അപകടമാണ്. നമുക്ക് ചില ട്യൂബിങ്സ് നല്ലവണ്ണം കഴുകി നമുക്ക് റീയൂസ് ചെയ്യാൻ പറ്റും. അത് വളരെ കുറവ് മാത്രമേ ഉള്ളൂ. അത് മാത്രമേ ഉപയോഗിക്കുന്നുള്ളൂ, അല്ലാത്തതൊന്നും ഉപയോഗിക്കുന്നില്ല. ശരി, ഈ രോഗികളുടെ ഭാഗത്തു നിന്ന് ഇപ്പോൾ ഈ അറ്റകുറ്റപ്പണികളില്ലാത്തത്, കൺസ്യൂമബിൾസ് ഇല്ല, മാത്രമല്ല ഉപകരണങ്ങളുടെ കൃത്യമായ കണക്ക് ഡയറക്ടറേറ്റിലില്ല, ഇങ്ങനെ തുടങ്ങിയിട്ടുള്ള പ്രശ്നങ്ങളോ? ഇത് കണക്ക് എല്ലാം DME ഓഫീസിലുണ്ട്. ഇതെല്ലാം ക്ലറിക്കൽ ലെവലിലുള്ള ഇഷ്യൂസാണ്. വാങ്ങിച്ചു കഴിഞ്ഞിട്ട് അതിൻ്റെ കൃത്യമായി ക്രോഡീകരിച്ച് കണക്ക് സൂക്ഷിക്കുന്നില്ല എന്നുള്ളതാണ് പ്രശ്നം. ആ എല്ലാ ഫയലുകളും DME ഓഫീസിലും ബാക്കി കോളേജ് ഓഫീസിലുണ്ട്. പക്ഷേ ക്ലറിക്കൽ ലെവലിൽ വരുന്ന ഇഷ്യൂ അത് ഒരിക്കലും ക്രോഡീകരിച്ച് അതിനെ കൃത്യമായ കണക്ക് വയ്ക്കുന്നില്ല. പിന്നെ കൺസ്യൂമേഴ്സ് പ്രൊക്യൂർമെൻറ്റ് വളരെ ബുദ്ധിമുട്ടാണ്. കാരണം വെച്ചാൽ നമ്മൾ ഒരു പ്രധാന എക്യുപ്മെൻറ്റ് വാങ്ങിക്കുന്നതിനേക്കാൾ വളരെ ബുദ്ധിമുട്ടാണ് അതിൻ്റെ ഒരു കൺസ്യൂമബിൾ വാങ്ങിക്കുക എന്നുള്ളത്. കാരണം വെച്ചാൽ പലപ്പോഴും കൺസ്യൂമേഴ്സിന് ഇപ്പോഴത്തെ ഇതിൽ കൺസ്യൂമേഴ്സ് വളരെ വില കൂടുതലാണ്. വളരെ കുറച്ച് പ്രാവശ്യം മാത്രമേ കൺസ്യൂമേഴ്സ് ഉപയോഗിക്കാൻ പറ്റൂ. പല കൺസ്യൂമേഴ്സ് ഒരിക്കൽ മാത്രമേ ഉപയോഗിക്കാൻ പറ്റത്തുള്ളൂ. ഇതെല്ലാം പ്രൊക്യൂർ എന്ന് പറഞ്ഞാൽ വളരെ ബുദ്ധിമുട്ടാണ്. കാരണം വെച്ചാൽ ഒരു കമ്പനിയുടേത് വേറൊരു കമ്പനിയായിട്ട് ഒരിക്കലും കോമ്പാറ്റബിൾ ആകത്തില്ല. അപ്പോൾ ഈ വില കൂടിയ മെഷീൻ വാങ്ങിക്കുമ്പോൾ അതുപോലെ തന്നെ ഈ വില കൂടിയ കൺസ്യൂമേഴ്സും വാങ്ങിക്കേണ്ടി വരുന്നുണ്ട്. അത് നമുക്ക് ബുദ്ധിമുട്ട് തന്നെയാണ്. പക്ഷേ വേറെ മാർഗ്ഗമല്ല. അത് പലപ്പോഴും രോഗികളെ കൊണ്ട് വാങ്ങിപ്പിക്കേണ്ടി വരാറുണ്ട്. അതില്ലെന്ന് പറയുന്നില്ല, നമ്മൾ പരമാവധി ശ്രമിക്കുന്നുണ്ട്. പക്ഷേ നമുക്ക് ഏറ്റവും വലിയ ബുദ്ധിമുട്ടുണ്ടാകുന്നത് ഈ കൺസ്യൂമേഴ്സ് വാങ്ങിച്ച് കിട്ടുന്നതിലാണ്. പലപ്പോഴും അത് മാസങ്ങളോളം എടുക്കും, മാസങ്ങളോ വർഷങ്ങളോ എടുക്കും. ഇപ്പോൾ ഡോക്ടർ ഹാരിസിൻ്റെ ഇഷ്യൂലുണ്ടായതും ഏകദേശം അതേ ഒരു ബുദ്ധിമുട്ട് തന്നെയാണ്. ശരി ഡോക്ടർ അരവിന്ദ്, ഏതായാലും ഡോക്ടർമാരുടെ പരിരക്ഷയ്ക്ക് ഇപ്പോൾ നിയമങ്ങളുണ്ട്. പക്ഷേ രോഗികളുടെ അവകാശങ്ങൾ സംരക്ഷിക്കാൻ എന്ത് സംവിധാനമുള്ളത്? അതോടൊപ്പം തന്നെ മെഡിക്കൽ കോളേജ് അതുപോലെ സർക്കാർ ആശുപത്രികളിൽ എത്തുന്ന രോഗികൾ അവർ ശരിയാവണ്ണം ടേക്ക് കെയർ ചെയ്യപ്പെടുന്നുണ്ടോ, അവരുടെ ചികിത്സ കൃത്യമായി നടക്കുന്നുണ്ടോ എന്നതൊക്കെ പരിശോധിക്കാൻ ഒരു നിയമപരമായി നിലനിൽക്കുന്ന ഒരു സമിതിയുടെ ആവശ്യമില്ല എന്ന് തുടങ്ങിയിട്ടുള്ള ധാരാളം ചോദ്യങ്ങൾ നമ്മുടെ മുന്നിലുണ്ട്. ഞാൻ കമാൽ പാഷ സാറിലേക്ക് വരാം ഒരു ഇടവേള എടുത്ത ശേഷം. ചർച്ചയിലേക്ക് വീണ്ടും. കമാൽ പാഷ സാർ, ഈ ഡോക്ടർ ഹാരിസിനെ കുറിച്ച് ആരോഗ്യമന്ത്രി പറഞ്ഞ നല്ല വാക്കുകൾ നമ്മൾ ഈ ചർച്ചയുടെ തുടക്കത്തിൽ കേട്ടല്ലോ. ഇന്ന് പാർട്ടി സെക്രട്ടറിയും മന്ത്രി GR അനിലും പറഞ്ഞതൊന്ന് കേൾക്കാം. ആ മേഖല മുഴുവൻ തകരാറിലാണെന്ന് വരുത്തുവാൻ മാത്രമേ ഹാരിസിൻ്റെ ഈ പ്രതികരണം കൊണ്ട് ഉപകരിച്ചു. ഹാരിസ് ആയാലും മറ്റൊരു വ്യക്തിയാണെങ്കിലും ഒറ്റപ്പെട്ട ഇത്തരം സംഭവങ്ങൾ ശ്രദ്ധയിൽപ്പെടുത്തി പരിഹരിക്കാനുള്ള മാർഗങ്ങൾ പലതുമുണ്ട്. ആ മാർഗങ്ങൾ അദ്ദേഹം ശ്രമിച്ചു എന്ന് പറഞ്ഞുവെങ്കിലും അതിന് മുകളിലോട്ട് ഒരുപാട് കേന്ദ്രങ്ങളുണ്ടല്ലോ. അതിലേക്കുള്ള വഴിയാണ് കാണേണ്ടിയിരുന്നത്. വിഷയം ചൂണ്ടിക്കാണിക്കേണ്ടത് എങ്ങനെയാണോ അങ്ങനെ ചൂണ്ടിക്കാണിക്കണം. അങ്ങനെ അല്ലാതെ ചൂണ്ടിക്കാണിക്കുന്ന കാര്യത്തെയാണ് വിമർശനാത്മകമായിട്ട് പറഞ്ഞത്. പ്രശ്നം ഉണ്ടായാൽ പരിഹരിക്കും. അതിൽ പ്രശ്നമൊക്കെ ഉണ്ടാവും. നൂറുകണക്കിന് ആശുപത്രികളും മെഡിക്കൽ കോളേജ് ഉൾപ്പെടെയുള്ള നിരവധി സംവിധാനങ്ങളുള്ള ഒരു സംസ്ഥാനത്തിൻ്റെ അകത്ത് എവിടെയെങ്കിലും ചില പ്രശ്നങ്ങളൊന്നും ഉണ്ടാവില്ല എന്ന് പറയാൻ പറ്റില്ല. എവിടെയെങ്കിലും ഉണ്ടാകുന്ന ചില പ്രശ്നങ്ങളെ കുറിച്ചാണ് ഗോവിന്ദൻ മാഷ് പറഞ്ഞത്. അല്ല, ഇവർക്കൊക്കെ പറയുമ്പോൾ വിളിച്ചങ്ങ് പറയാമല്ലോ. അവർക്കൊക്കെ എന്ത് പറയാം. കാരണം ഇന്നിപ്പോൾ നേരത്തെ പറഞ്ഞ കാര്യമായിരിക്കത്തില്ലല്ലോ പിറ്റേന്ന് പറയുന്നത്. എന്ത് പറയാം, അത് നമ്മൾ കാണുന്നതല്ലേ. അത് രാഷ്ട്രീയക്കാർ അവരെ സംബന്ധിച്ചിടത്തോളം ആ രീതിയിലേ കാണുള്ളൂ. അപ്പോൾ യഥാർത്ഥത്തിൽ ഇപ്പോൾ ശ്രീ അനിലൊക്കെ പറഞ്ഞതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതൊക്കെ ഓരോ ആളുകളെ അറിയിക്കേണ്ട അധികാര കേന്ദ്രങ്ങളെ അറിയിക്കണം. എന്നിട്ട് അങ്ങനെ അവസാനം ഒരു നിവൃത്തിയില്ലാതെ വന്നാലല്ലേ ഇങ്ങനെയുള്ള കാര്യമുള്ളൂ. അതെല്ലാം അങ്ങോട്ട് എല്ലാവരുടെ പറയണമെന്ന്. ഇനി ഡോക്ടർ ഹാരിസ് ആരെടുത്തായിരുന്നു ഇത് പറയേണ്ടത്? അവിടുത്തെ മെഡിക്കൽ കോളേജിലെ സൂപ്രണ്ടും അതുപോലെ പ്രിൻസിപ്പലും പറഞ്ഞേക്കുന്ന അവിടെ ഒരു പ്രശ്നവുമില്ല, ഈ സാധനങ്ങളെല്ലാം ഉണ്ട്. പക്ഷേ ശസ്ത്രക്രിയ നടക്കുന്നില്ല, കാരണം ഉപകരണങ്ങൾ ഇല്ല.
അപ്പോൾ അത് ആളുകൾ വാങ്ങിച്ചുകൊണ്ട് കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. അത് ഈ പ്രിൻസിപ്പലിനും സൂപ്രണ്ടിനും അത് അറിഞ്ഞുകൂടായിരിക്കും ഇനി കേട്ടോ ഇങ്ങനൊരു സംഭവം ഉണ്ടെന്ന്. അപ്പോൾ പിന്നെ ഇത് മന്ത്രിയുടെ ഓഫീസ് വരെ ബന്ധപ്പെട്ട് ആരോഗ്യ വകുപ്പിനെ തന്നെ ഇത് വിവരം അറിയിച്ചിട്ടുണ്ടെന്നാണ് പറയപ്പെടുന്നത്. ഇങ്ങനെയൊക്കെ ഉള്ളപ്പോൾ ഇത് ഇനി ആരെടുത്ത് പോയി പറയണം? അവസാനം ഒരു മാർഗവും ഇല്ലാതെ വന്നപ്പോഴാണ് ഡോക്ടർ ഹാരിസ് ഈ ഒരു മാർഗം തിരഞ്ഞെടുത്തത്. അത് അദ്ദേഹത്തിന് വേണ്ടിയല്ലല്ലോ, ജനങ്ങൾക്ക് വേണ്ടി പറഞ്ഞാണ്. യഥാർത്ഥ ഒരു നീറുന്ന പ്രശ്നം ചൂണ്ടിക്കാണിച്ചതാണ്. അതിനൊന്നും കുറ്റം പറയുന്നതൊക്കെ രാഷ്ട്രീയക്കാർക്ക് എന്തും പറയാമല്ലോ. അവർക്ക് ആരെ വേണമെങ്കിലും എന്തും വിളിച്ചു പറയാം, അങ്ങനെ ചെയ്തു ഇങ്ങനെ ചെയ്തു എന്നൊക്കെ പറയാം. പക്ഷേ അങ്ങനെ പറയുന്നതല്ല വേണ്ടത്, പ്രവൃത്തിയാണ് വേണ്ടത്. അല്ലാതെ ഇതൊരാൾ പറഞ്ഞതുകൊണ്ട് ഇനി അയാളെ അങ്ങ് തകർത്തേക്കാം എന്നുള്ള ഒരു ധാരണയുണ്ടല്ലോ, അത് നല്ലതല്ല. അത് ഒരു കാരണവശാലും ഒരു ജനാധിപത്യ വ്യവസ്ഥയ്ക്ക് ഭൂഷണമല്ല. വിമർശനം ഇവർ സഹിക്കണം. വിമർശനം സഹിക്കുന്ന എന്തിനാണ്? നന്നാവാനാണ് വിമർശനം എന്ന് പറയുന്നത്. അത് ജനാധിപത്യത്തിൻ്റെ ഏറ്റവും വലിയ മുഖമുദ്രയാണ് വിമർശനം. അതിന് അസഹിഷ്ണുത പാടില്ല. വിമർശനം ഏറ്റുവാങ്ങണം. അല്ലെങ്കിൽ അപ്പോൾ പറയും ഞങ്ങൾ ഭരിച്ചപ്പോൾ മാത്രം എന്താ, ഇന്നാൾ മറ്റവർ ഭരിച്ചപ്പോൾ ഇങ്ങനെയില്ല. മറ്റവർ ഭരിക്കാതിരുന്നത് അവർ മാറിയിരിക്കാൻ കാരണം എന്താണ്? അത് ചിന്തിച്ചാൽ മതിയല്ലോ എന്ന് പറഞ്ഞതുപോലെ ഉള്ളൂ. ഇനി ഇവരും ഇതുവരെ തുടരോ വേണ്ടതെന്ന് ജനങ്ങൾ ചിന്തിക്കും ഈ രീതിയിലാണെങ്കിൽ. അത്രേ ഞാൻ പറയത്തുള്ളൂ. അല്ല കമാൽ പാഷ സാർ, ഇപ്പം നമ്മൾ ഈ ഡോക്ടർമാരെ രോഗികളിൽ നിന്ന് അല്ലെങ്കിൽ രോഗികളുടെ കൂട്ടിരിപ്പുകാർ ഏതെങ്കിലും തരത്തിൽ അവരെ കയ്യേറ്റം ചെയ്യാൻ ശ്രമിച്ചാൽ അതിൽ നിന്ന് അവർക്ക് പരിരക്ഷ കൊടുക്കുന്നൊരു നിയമം ഉണ്ടായിട്ടുണ്ട്. ഈ മെഡിക്കൽ കോളേജുകളിലും സർക്കാർ ആശുപത്രികളിലേക്കും എത്തുന്ന സാധാരണക്കാരായ പാവപ്പെട്ട രോഗികൾക്ക് അവരുടെ ഒരു സുരക്ഷ ഉറപ്പാക്കാൻ, അവരുടെ ഒരു അവകാശം ഉറപ്പാക്കാൻ, അവർക്ക് കൃത്യമായ ചികിത്സ കിട്ടുന്നുണ്ടോ, കൃത്യമായ കാര്യങ്ങൾ നടപ്പാക്കുന്നുണ്ടോ എന്നൊക്കെ അറിയാൻ അത് ഉറപ്പുവരുത്താനും ഒരു സമിതി, ഒരു സംവിധാനം നമുക്കുണ്ടോ? അങ്ങനെ ഇല്ലെങ്കിൽ അത് ഉണ്ടാകേണ്ട സമയം അതിക്രമിച്ചില്ലേ? ഇപ്പോൾ അങ്ങനെയുള്ളൊരു സംവിധാനം ഇതുവരെ ഇല്ല. പക്ഷേ ഇപ്പോൾ കേരള ഹൈക്കോടതിയുടെ ഒരു വിധി ഇപ്പോൾ 2 ദിവസം മുമ്പ് വന്നിട്ടുണ്ട്. ഇതിനൊക്കെ ഉള്ള ആ വിധി ഇതിനൊരു വഴിമരുന്നാകും എന്ന് ഞാൻ കരുതുന്നു. അപ്പോൾ അതിൻ്റെ ആ വിധിയുടെ ക്യാപ്ഷൻ ഇപ്പം ഞാൻ ഓർക്കുന്നില്ല, അതിൻ്റെ കോസ്റ്റേറ്റിൽ എനിക്ക് ഓർമ്മയില്ല. എനിക്കൊരാൾ അയച്ചു തന്നിട്ടുണ്ട്, എൻ്റെ കയ്യിലുണ്ടത്. അപ്പോൾ അത് ഇനി ജനങ്ങൾ അതിന് സമിതിയൊക്കെ വേണം, നിർബന്ധമായിട്ട് വേണം. അതിനുള്ള ഒരു സംവിധാനം ഉണ്ടാക്കണം. കാരണം ജനങ്ങൾക്ക് കിട്ടാൻ അവകാശമുള്ള ഒരു കാര്യമല്ലേ, ഞാൻ പറഞ്ഞില്ലേ, റൈറ്റ് ടു ലൈഫിനകത്താണ് ആരോഗ്യ സംരക്ഷണം വരുന്നത്. അപ്പോൾ അതിനകത്ത് 4 ഇൻഗ്രീഡിയൻ്റ് ആണല്ലോ: ആഹാരം, പാർപ്പിടം, വസ്ത്രം, ആരോഗ്യ സംരക്ഷണം, 5 ഇൻഗ്രീഡിയൻസ്, അവസാനം വിദ്യാഭ്യാസം. ഈ ആരോഗ്യ സംരക്ഷണം എന്ന് പറയുന്നൊരു ഫണ്ടമെൻ്റൽ റൈറ്റാണ്, റൈറ്റ് ടു ലൈഫ്. അത് കൊടുക്കേണ്ടതാരാണ്? ഗവൺമെൻറ്റാണ്. അത് കൊടുക്കേണ്ടത് വരുമ്പോൾ ജനങ്ങളതിൻ്റെ ഉപഭോക്താക്കളും ജനങ്ങളാണ്, അവരെ ആവശ്യക്കാരാണ്, അവർക്ക് അവകാശമുണ്ട് ഇത് നേടിയെടുക്കാൻ. അപ്പോൾ അവരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ഇങ്ങനെ കിട്ടുന്നില്ല എന്നുണ്ടെങ്കിൽ ഇതിന് വേണ്ടി ഒരു സമിതി വേണം. ഇത് പരാതിപ്പെടാൻ ഒരു സ്ഥലം ഉണ്ടായിരിക്കണം. ഇത് അല്ലെങ്കിൽ എന്താണെന്നറിയോ, നിങ്ങളങ്ങ് പരാതിപ്പെട്ടോളൂ. ആ പരാതിപ്പെട്ടാച്ചാൽ മതി. ഈ പരാതി കൊടുക്കുന്നത് എവിടെ പോയി കിടക്കും? ഇപ്പോൾ ദാണ്ടെ ഇന്ന് ഒരാൾ എന്തോ ഒരു അപേക്ഷ കൊടുത്ത്, വിവരാവകാശ അപേക്ഷ ഒരു വിതരണ ഡിപ്പാർട്ട്മെൻറ്റിലാണ് മലപ്പുറത്ത് കൊടുത്തപ്പോൾ എന്താണെന്നറിയോ അവസാനം അയാൾ ചോദിച്ചേക്കുന്നത്, ഇത് വേണമെങ്കിൽ പൗരത്വം തെളിയിക്കുന്ന രേഖ കൊണ്ടുവരാൻ. ഒരു കാര്യമാണ് ഞാൻ പറഞ്ഞത്. എന്ന് പറയുന്ന സംവിധാനമുള്ള ഒരു നാടായിട്ട് നമ്മുടെ നാട് അതപ്പതിച്ചിരിക്കുകയാണിപ്പോൾ. അപ്പോൾ ഇതിന് യഥാർത്ഥത്തിൽ ഒരു സംവിധാനം വേണം. ശ്രീ ഗോപീഷൻ പറഞ്ഞത് വളരെ ശരിയാണ്. ശരിയായ ഒരു സംവിധാനം വേണം, അതിന് വേണ്ട കമ്മിറ്റി വേണം. അല്ലാതെ ആശുപത്രിയുടെ സംരക്ഷണത്തിനുള്ള കമ്മിറ്റി മാത്രമൊന്നും അല്ല വേണ്ടത്. അവകാശം, ഇവരുടെയൊക്കെ ജനങ്ങളുടെ അവകാശം സംരക്ഷിക്കാനുള്ള ഒരു സമിതി. അതിന് എന്തെങ്കിലും കെടുകാര്യസ്ഥതയോ അല്ലെങ്കിൽ എന്തെങ്കിലും കിട്ടാതിരിക്കുകയോ ഒക്കെ ചെയ്താൽ അതിന് പരാതി പറയാനുള്ള ഒരു സംവിധാനം അത് വേണം, നിർബന്ധമായിട്ട് അത്യന്താപേക്ഷിതമാണ്. രാമൻകുട്ടി ഡോക്ടർ, എന്താണ് താങ്കളുടെ അഭിപ്രായം? അതെങ്ങനെ നമുക്ക് കൊണ്ടുവരാൻ കഴിയും? ഈ ഐഡിയ നല്ലതാണ്. അതായത് ഇപ്പോൾ ഈ താങ്കൾ പറഞ്ഞ പോലെ ഒരു രോഗിയെ സംബന്ധിച്ചിടത്തോളം എവിടെ പരാതിപ്പെടണം എന്നറിയാൻ വയ്യാത്ത ഒരവസ്ഥയാണ്. അല്ല എവിടെയെങ്കിലും പരാതിപ്പെട്ടിട്ട് കാര്യമുണ്ടോ എന്ന് പോലും അവർക്ക് അറിഞ്ഞുകൂടാ. പിന്നെ ചെയ്യാവുന്നത് ഇപ്പോൾ കൺസ്യൂമർ കോർട്ടൊക്കെയാണ്. പക്ഷേ അത് ഈ ഗവൺമെൻറ് സംവിധാനം ആകുമ്പോൾ അതിൽ ചില പ്രശ്നങ്ങളുണ്ടെന്ന് തോന്നുന്നു. എനിക്ക് മുഴുവനായിട്ട് അറിഞ്ഞുകൂടാ. അപ്പോൾ അങ്ങനെ വരുമ്പോൾ ഒരു കമ്മീഷൻ ഉണ്ടാവുന്ന നല്ലതാണ്. പക്ഷെ അതുകൊണ്ട് മാത്രം എല്ലാ പ്രശ്നങ്ങളും പരിഹരിക്കപ്പെടുമോ എന്ന് അറ്റ്ലീസ്റ്റ് ഡോക്യുമെൻ്റ് ചെയ്യപ്പെടും. ഇപ്പോൾ ഇവർ പറയുന്നത് എവിടെ ഒരു പ്രശ്നമില്ല എന്ന് പറയുന്നതിന് പകരം അപ്പോൾ ഇന്ന ആളുകൾ കംപ്ലയിൻറ്റ് ചെയ്തിട്ടുണ്ടല്ലോ എന്നുള്ള ഡോക്യുമെൻറ്റേഷൻ നമ്മുടെ കയ്യിൽ കാണും. അത് വെച്ചുകൊണ്ട് ജനങ്ങൾക്ക് കുറച്ചുകൂടി അവകാശങ്ങൾക്ക് വേണ്ടി വാദിക്കാൻ സാധിക്കും. കുറേ കാര്യങ്ങളിലൊക്കെ ചിലപ്പോൾ പരിഹാരം കണ്ടെന്നിരിക്കും. അതുകൊണ്ട് ആ കമ്മീഷൻ എന്നുള്ള ഐഡിയ നല്ലതാണ്. കമ്മീഷനാണോ ഏത് സംവിധാനമാണെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. അതൊക്കെ
അത് അതിനെക്കുറിച്ച് എക്സ്പെർട്ടൈസ് ഉള്ള ആളുകളാണ് അല്ല തീരുമാനിക്കുന്നത്. രാമൻകുട്ടി ഡോക്ടർ, ഞാൻ പറഞ്ഞത് ഇപ്പോൾ ജനങ്ങൾക്ക് ഡോക്ടർമാർക്ക് പരിരക്ഷ പൊതുജനത്തിനെയാണല്ലോ കൊടുക്കുന്ന ഒരു നിയമം ഉണ്ടല്ലോ നമ്മുടെ നാട്ടിൽ. അതായത് ഇപ്പോൾ ഡോക്ടറുടെ ഭാഗത്ത് എന്തെങ്കിലും ഒരു കൈപ്പിഴ പറ്റിയാൽ പോലും കൈ രണ്ടും പുറകെ കേട്ടിരിക്കാൻ മാത്രമേ നമുക്ക് കഴിയൂ. എന്തെങ്കിലും ഒന്ന് അധികമായി ചോദിച്ചു കഴിഞ്ഞാൽ കേസ് വരും, ജാമ്യമില്ലാ വകുപ്പ് അനുസരിച്ച് നമ്മൾ ജയിലിൽ കിടക്കും. അപ്പോൾ അത് പരിരക്ഷിക്കപ്പെടേണ്ടതാണ്. ഞാൻ അതല്ല എന്നല്ല പറഞ്ഞത്. പക്ഷേ അതുപോലെ തന്നെ ഇതുപോലെ പുനരുപയോഗിക്കാൻ പറ്റാത്ത സിറിഞ്ചുകളോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു എക്യുപ്മെൻറ്റ് അത് വീണ്ടും ഒരു രോഗിയുടെ മേൽ മറ്റു രോഗിയുടെ മേൽ പരീക്ഷിക്കുന്നതോ, അവർക്ക് അടിസ്ഥാനപരമായി വേണ്ട അവകാശങ്ങൾ അവർക്ക് ഉറപ്പ് നൽകേണ്ട, അതായത് ചികിത്സ, മരുന്നുകൾ എത്തിച്ചു കൊടുക്കുക, അതുപോലെ കൃത്യമായി ഉപകരണങ്ങൾ പ്രവർത്തിക്കുന്നുണ്ടോ, ഇതൊക്കെ രോഗികളുടെ അവകാശമല്ലേ സർ? അപ്പോൾ അതല്ല പ്രാഥമികമായി സംരക്ഷിക്കപ്പെടേണ്ടത്. അതുകൊണ്ടാണ് ഞാൻ അതിനൊരു സംവിധാനം വേണ്ടേ എന്ന് ചോദിച്ചത്. ആരോട് പറയാൻ എന്ന് ഒരു രോഗിക്ക് ഇപ്പോൾ തോന്നുന്നുണ്ടല്ലോ. അല്ല, സംവിധാനം വേണമെന്നുള്ളതിൽ തർക്കമൊന്നുമില്ല. അതിൻ്റെ ഇപ്പോൾ ഉള്ള ഒരു സംവിധാനം കൺസ്യൂമർ കോർട്ടാണ്. അതിൽ പല വിധികളും വന്നിട്ടുമുണ്ട്. പക്ഷെ അത് അത്ര എളുപ്പമുള്ള ഒരു കാര്യമല്ല അതിൽ കൂടെ പോകാന്നുള്ളത്. അപ്പോൾ അതിന് ഗവൺമെൻറ് സംവിധാനത്തിന് വേണ്ടി പ്രത്യേകം ഒരു കമ്മീഷനോ അല്ലെങ്കിൽ ഒരു ഓഫീസോ ഉണ്ടാക്കുന്നതെന്നല്ല, ഓംബുഡ്സ്മാനോ എന്താണെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ എന്ത് പറയണമെന്ന്. അതുപോലെയുള്ള ഒരു അത് അന്വേഷിക്കാനുള്ള അവകാശത്തോടു കൂടിയുള്ള കമ്മീഷൻ ഉണ്ടാക്കുന്നത് നല്ലതാണ്. അവർക്ക് അതിൻ്റെ രേഖകളുമൊക്കെ അവർ ചോദിച്ചാൽ കൊടുക്കണം എന്നുള്ള രീതിയിൽ അത് നിയമനിർമ്മാണം കൊണ്ടുവരേണ്ടതും രാഷ്ട്രീയക്കാരാണല്ലോ. നമുക്ക് ഏതായാലും രാമൻകുട്ടി ഡോക്ടർ അതിലേക്ക് നയിക്കട്ടെ. നമുക്ക് ഇപ്പോൾ ഉണ്ടായിരിക്കുന്ന വിവാദങ്ങളും അതിനെ തുടർന്നുണ്ടാകുന്ന സംവാദങ്ങളും ഒക്കെ രോഗികളുടെ അവകാശങ്ങൾ സംരക്ഷിക്കാനുള്ളൊരു സംവിധാനം രൂപപ്പെടുത്തുന്നതിലേക്ക് നയിക്കട്ടെ. രാഷ്ട്രീയമായി കാര്യങ്ങളെ കാണുകയും പ്രശ്നങ്ങൾ എടുത്തു കാട്ടുന്നവരെ പ്രതിയാക്കുകയും ചെയ്യുന്നതിന് പകരം യഥാർത്ഥ പ്രശ്നങ്ങൾക്കുള്ള പരിഹാരം കണ്ടെത്തുക എന്ന ആത്മാർത്ഥവും ആർജവുമുള്ള ഒരു നിലപാട് സ്വീകരിക്കുന്ന സർക്കാരാകട്ടെ, ആ സർക്കാരാണ് ജനകീയ സർക്കാരായി മാറുക. അത്തരത്തിലേക്ക് അതിൽ നിന്നുണ്ടാകുന്നതാകണം ജനങ്ങളുടെ രോഗികളുടെ അവകാശങ്ങൾ സംരക്ഷിക്കുന്ന ഒരു സമിതി. അതിലേക്ക് നയിക്കുന്നതാകട്ടെ ഈ വിവാദങ്ങളും സംവാദങ്ങളും. അങ്ങനെ ഒരു ശുഭപ്രതീക്ഷയിൽ ഈ ചർച്ച നമുക്ക് അവസാനിപ്പിക്കാം. എൻകൗണ്ടറിൽ പങ്കെടുത്ത എല്ലാ അതിഥികൾക്കും നന്ദി. എൻകൗണ്ടറിലൂടെ പൂർത്തിയാകുന്നു. ഇനി നാളെ മറ്റൊരു വിഷയവുമായി ഇതേ സമയം. ഗുഡ് നൈറ്റ്.